السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على من لا نبي بعده وعلى آله وصحبه البرر وعلى من أتبعه أجمعين أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സമാദരണീയരായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ സലാം മാസ്റ്റർ, ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്ത പ്രഗത്ഭമതികളായ നേതാക്കളെ, സ്നേഹധന്യരായ ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും പ്രവാസി കൂട്ടായ്മകളുടെയും മറ്റനുബന്ധ സംവിധാനങ്ങളുടെയും ഈ ശ്രദ്ധാകേന്ദ്രത്തിൻ്റെ കാരണക്കാരായ ഷെയ്ഡ് കൂട്ടായ്മയുടെയും ഏറ്റവും പ്രിയങ്കരരായ സഹോദരങ്ങളെ, നേതാക്കളെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഉമ്മ പെങ്ങന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ സംഗമത്തെ അവൻ ഇഷ്ടപ്പെടുന്ന സദ്വൃത്തരുടെ കൂട്ടായ്മകളിൽ ഉൾപ്പെടുത്തി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ചിന്തകളിലും ആലോചനകളിലും ഒന്നാണ് നമ്മെ സ്വാധീനിക്കുകയും നമ്മെ വഴി നടത്തുകയും ഒരുപാട് കാലം നന്മകൾ കൊണ്ട് നമുക്ക് ദിശ പകരുകയും ചെയ്ത പൂർവസൂരികളായ നന്മയുള്ള മഹത്തുക്കളെ ഓർമ്മിക്കുക എന്നുള്ളത്. അങ്ങനെയൊരു മഹനീയമായ ദൗത്യത്തിനാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ കാടപ്പടിയിൽ വേദിയൊരുങ്ങുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ആതുര സേവന സാമൂഹിക രംഗത്ത് ഷെയ്ഡ് കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ ഒരു വാർഷികം, അതിലുപരി ആ സന്തോഷങ്ങളും സമർപ്പണവും സേവനവും ഒന്നുകൂടി ആക്കം കൂട്ടാനുള്ള നിങ്ങളുടെ പുതിയ പദ്ധതികളുടെ തുടക്കം, അതിനെല്ലാം ഉപരി പ്രഭാഷണ രംഗത്ത് ഈ പുതിയ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ ആവേശവും പ്രതീക്ഷയുമായ കബീർ ബാക്കവി ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം, ഇങ്ങനെ ഒരു ഒട്ടനവധി പുതുമകളുള്ള ഒരു വേദിയാണ് ഇത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഞാൻ എന്തിന് ഇവിടെ എന്നുള്ളതാണ്. ഈ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെല്ലാം ആ പ്രഭാഷണത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്നവരാകാം. മാത്രവുമല്ല, ഈ ഒരു കൂട്ടായ്മ അത്ര മനോഹരമായി സംഘടിപ്പിച്ചത് പ്രബുദ്ധമായ ഒരു ദൗത്യത്തെ നിങ്ങളിൽ എത്തിക്കുക എന്നതുമാണ്. ഞാൻ ഈ ഒരു സ്നേഹത്തിൻ്റെ വിളിയെ മാനിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും ഈ ഒരു ദൗത്യത്തിന് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകളെ അനുസ്മരിക്കുക, ആ ചിന്തയെ അനുധാവനം ചെയ്യുക എന്ന ഒരു വലിയ നന്മ ഇതിന് പിറകിലുള്ളത് കൊണ്ട് അതിനൈക്യദാർഢ്യപ്പെടുക എന്നതാണ് പ്രിയങ്കരനായ സുഹൃത്ത് മുജീബ് സാഹിബൊക്കെ നിർബന്ധിച്ചപ്പോൾ വരാൻ ആഗ്രഹിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അധികം ദീർഘിപ്പിക്കാതെ ഇൻഷാ അല്ലാഹ് അടുത്ത മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി വഴിയൊഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗത്തോപ്പിൽ ഉന്നത സ്ഥാനീയരിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെല്ലായിടത്തും മതേതര മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ജനസമൂഹത്തെ കണക്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ശിഹാബ് തങ്ങളെന്ന ഒരു വ്യക്തിപ്രഭാവം, ഒരു വ്യക്തിത്വം, ഒരു നിസ്സാരമായ സാമൂഹിക ചലനമല്ല സൃഷ്ടിച്ച് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞുപോയത്. ചരിത്രത്തിൽ ഉത്തരം കിട്ടാത്ത ചില വ്യക്തികൾ പ്രതിഭാസങ്ങളായി തീരുന്ന, പ്രസ്ഥാനങ്ങളായി തീരുന്ന, ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതുന്ന അപൂർവം അനുഭവങ്ങളിൽ ഒന്നാണ് ശിഹാബ് തങ്ങളുടെ ജീവിത രേഖ എന്ന് പറയുന്നത്. ക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ വളരെ വിശദമായി പരിചയപ്പെടുത്തുന്ന ഒരു ചരിത്ര ഭാഗമുണ്ട്.
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അതിൻ്റെ ഇസ്ലാമിക മാനം വളരെ പ്രൗഢമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് കാലഗണന. ശംവീൽ എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകന് പ്രായം വന്നു. അന്നത്തെ ഇസ്രായേലിന്റെ വിശാലമായ അവരുടെ പ്രവിശ്യകളും പ്രവിശാലമായ നാടും മുഴുവൻ ഫിലിസ്തീ എന്നറിയപ്പെടുന്ന പ്രദേശത്തുകാരും ഭരണാധികാരികളും അവർ അക്രമം നടത്തുകയും അവർ കടന്നു കയറി അവരുടേതാക്കി മാറ്റുകയും ആ മണ്ണിലെ പല ഭാഗങ്ങളും ഈ അതിക്രമകാരികളായ ഭരണാധികാരികൾ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ജനങ്ങൾ തകർന്നപ്പോ അവര് ചെന്നിട്ട് ശംവീൽ എന്ന പ്രവാചകനോട് പറഞ്ഞു, നബിയെ, അങ്ങൊരു കാര്യം ചെയ്യണം. അങ്ങയുടെ ഈ പ്രായത്തിൽ ഒരുപക്ഷെ ഈ അതിക്രമകാരികളായ ഭരണാധികാരികളോട് പൊരുതാൻ പറ്റിയില്ലെന്ന് വരാം. അവരോട് ലഹള കൂടാനും അവരെ അതിക്രമം നടത്തി നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാനും ഒരുപക്ഷെ സാധിച്ചില്ലെന്ന് വരാം. പക്ഷെ അങ്ങ് പടച്ച തമ്പുരാനോട് ആവശ്യപ്പെട്ടിട്ട് അങ്ങേക്കൊരു സഹായിയാകട്ടെ, ഞങ്ങൾക്കൊരു നായകനാകട്ടെ, ചുറുചുറുക്കുള്ള ഒരു നേതാവിനെ, ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണം. എന്താണ് അവർ രാജാവിനെ ആഗ്രഹിക്കാൻ കാരണം? അന്നേ വരെ മുസ്ലിം ജനസമൂഹത്തിന് മുന്നിൽ 2 നടപ്പേ ഉള്ളൂ. ഒന്ന് നബി, മറ്റൊന്ന് ഖലീഫ. നബി എന്ന് പറയുന്നത് ഒരുപക്ഷെ മുസ്ലിമിന് അറിയാവുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഖലീഫ എന്ന് പറയുന്നത് ചരിത്രത്തിൽ പിൽക്കാലത്ത് മുസ്ലിം പഠിച്ചിട്ടുള്ള മറ്റൊരു ഭാഷ്യമാണ്. ഇത് രണ്ടുമല്ലാത്തൊരു പദപ്രയോഗം രാജാവിന് വേണം എന്നാവശ്യപ്പെടാൻ കാരണം എന്താ? അന്നത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള സഹോദര സമുദായങ്ങളിലെ അന്ന് മറ്റുള്ള അയൽ രാഷ്ട്രങ്ങളിലെ പ്രദേശങ്ങളിലെ നടപ്പ് രീതിയായിരുന്നു രാജാവ് എന്നൊരു സങ്കല്പം. അപ്പൊ അവരാവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ശംവീൽ എന്ന പ്രവാചകർ ആലോചിച്ചു, നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്കൊരു രാജാവിനെ വേണം എന്നാണ്. അതാവട്ടെ കേട്ടുകേൾവി ഇല്ലാത്തതുമാണ്. എന്നിരുന്നാൽ പോലും അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ, ഹൃദയമറിഞ്ഞ പ്രാർത്ഥനയിൽ പടച്ച തമ്പുരാൻ ഒരു തീരുമാനമെടുത്തു. ആ നാട്ടിലെ ഏറ്റവും സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. താലൂത്ത് എന്നാണ് പേര്. ആ താലൂത്ത് എന്ന ചെറുപ്പക്കാരനെ ശംവീൽ എന്ന പ്രവാചകൻ തന്റെ മുന്നിൽ ഈ മനുഷ്യനെത്തിയപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ രാജാവായി ഈ സമൂഹത്തിന് നിയോഗിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ജനസഞ്ചയത്തിന്റെ നേതാവായി മുന്നോട്ട് പോകണം. താലൂത്ത് എന്നാണ് താലൂത്ത് എന്ന വ്യക്തിയായ നിങ്ങൾക്കാണ് ഈ അധികാരം കൈമാറാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. നബിയല്ല, ഒരു ഖലീഫയുമല്ല, നേരെ മറിച്ച് ഒരു രാജാവ് എന്ന നിലക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ജനങ്ങൾ പ്രക്ഷുബ്ധരായി. അവരോടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുത്തത്? താലൂത്ത് എന്നത് സാധാരണക്കാരനല്ലേ? താലൂത്ത് എന്നത് ഒരു തറവാടിയാണോ? താലൂത്ത് എന്നത് സമ്പന്നനാണോ? താലൂത്ത് എന്നത് ഈ നാട്ടിലെ അറിയപ്പെട്ട കുടുംബത്തിൽ പിറന്നതാണോ? താലൂത്ത് എന്നത് ഞങ്ങളെപ്പോലെ സൗകര്യമുള്ളൊരു കുടുംബത്തിലാണോ? ഞങ്ങളെപ്പോലെ പണവും പത്രാസവും ഉള്ള ഒരാളാണോ? അല്ലല്ലോ. പിന്നെന്തിനാണ് നിങ്ങൾ താലൂത്തിനെ രാജാവാക്കിയത്? താലൂത്തിനേക്കാൾ 1000 മടങ്ങ് കഴിവുള്ളവർ ഞങ്ങളല്ലേ? 1000 മടങ്ങ് പണമുള്ളവർ ഞങ്ങളല്ലേ? 1000 മടങ്ങ് പത്രാസുള്ളവർ ഞങ്ങളല്ലേ? അതിനേക്കാളൊക്കെ കഴിവുള്ളവർ ഞങ്ങളല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ താലൂത്തിനെ തെരഞ്ഞെടുത്തത്? മഹാനായ ശംവീലിന് ഉത്തരം മുട്ടി പറയാനുണ്ടായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ ഇടപെടുന്നു. എന്നിട്ട് ആ ചരിത്രത്തെ പ്രവാചകന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അന്ന് പ്രവാചകന് മറുപടിയായി ജനങ്ങളോട് പങ്കുവെക്കാൻ അള്ളാഹു കൊടുത്തൊരു കാരണമുണ്ട്. എന്തുകൊണ്ട് താലൂത്തിനെ തെരഞ്ഞെടുത്തു? വലഹു ബസ്തതും ഫിൽ ഇൽമി വൽ ജിസ്മി. 2 കാരണങ്ങളാണ് താലൂത്തിനുള്ളത്. ഒന്ന്, നല്ല ആഹാര സൗഷ്ഠവമുള്ള, സൗന്ദര്യ പ്രാധാന്യമുള്ള ഒരു വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് താലൂത്ത്. അന്ന് കണ്ടിട്ടില്ലാത്ത വിധം സൗന്ദര്യം, അവിടെ ആളുകൾക്ക് തുല്യതയില്ലാത്ത വിധം ശരീരത്തിന്റെ മഹിമ, കണ്ടാൽ ആരും കണ്ണെടുക്കാത്ത സൗന്ദര്യമുള്ള ഒരാളായിരുന്നു താലൂത്ത്. അത്ര സുമുഖനാണ്, അത്ര സുന്ദരനാണ്, അത്ര ഒരു വ്യത്യസ്തമായ ശരീരപ്രകൃതിയുള്ള ഒരാളാണ്. എത്ര ആൾക്കൂട്ടത്തിനിടയിൽ ചെന്നാലും ആ ശരീരത്തെ ആളുകൾ ശ്രദ്ധിക്കും. ബസ്തതുൻ ഫിൽ ജിസ്ം എന്നാണ് ഖുർആനിൽ അതിനെ പരിചയപ്പെടുത്തുന്നത്. ശരീരത്തിൽ വിശാലത പടച്ചവൻ കൊടുത്തു. ആ ശരീരത്തിൽ വല്ലാത്തൊരു ആകാര സൗഷ്ഠവം പടച്ചവൻ കൊടുത്തു. ആ ശരീരത്തെ വല്ലാതെ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചു. മറ്റൊന്നോ വൽ ഇൽം, ജ്ഞാനത്തിലോ ജ്ഞാനാർജനത്തിലോ അറിവ് കൊണ്ട് നടക്കുന്നതിലോ അതിലും അഗ്രഗണ്യനാണ്. വിജ്ഞാനത്തിന്റെ പരമാവധിയാണ്. നല്ല ധാരണയുള്ള ഒരാളാണ്. അറിവിന്റെ ഉയർന്ന ഭാവമാണ്, അറിവിന്റെ ഉയർന്ന പ്രതീകമാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ 2 ഗുണങ്ങളും ഉള്ളത് കൊണ്ട് താലൂത്ത് തന്നെയാണ് നിങ്ങൾക്ക് നേതാവാകാൻ നല്ലത്.
ഈ രണ്ട് ഗുണമുള്ളത് കൊണ്ട് താലൂത്ത് തന്നെയാണ് നിങ്ങൾക്ക് രാജാവാകാൻ നല്ലത്. കാരണം താലൂത്ത് ഒരു നബിയല്ല, താലൂത്ത് മറ്റൊരു ഇസ്ലാമിക ഭരണാധികാരിയല്ല, താലൂത്ത് നിങ്ങൾക്കൊരു നേതാവാണ്, രാജാവാണ്. ആ നേതാവിന് ഖുർആൻ കണ്ട രണ്ട് മാനദണ്ഡങ്ങൾ, രണ്ട് കണ്ടീഷൻസ്, രണ്ട് പ്രഥമ ഗണനീയമായ പ്രത്യേകതകൾ. അദ്ദേഹത്തിന് ശരീരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രകൃതമുണ്ട്, രണ്ട് അറിവിന്റെ ഔന്നത്യമുണ്ട്. എന്നെ വിശുദ്ധ ഖുർആനിൽ ഏറെ ആകർഷിച്ചിട്ടുള്ള അൽ ബഖറയിലെ ഒരു ചരിത്ര ഭാഗമാണിത്. നിങ്ങളും അതിന്റെ തുടർവായന നടത്തി നോക്കുക. ചരിത്രത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ, നബിയല്ലാത്ത, ഖലീഫയല്ലാത്ത ഒരു രാജസങ്കല്പമുണ്ട്. അധികാരമില്ലാത്ത രാജാവാണ് അയാൾ. ചക്രവാളത്തിന്റെ മുന്നിൽ എനിക്ക് ഇന്ന രാജ്യത്തിന്റെ നേതാവാണെന്ന് പറയാൻ അയാൾക്കില്ല. പക്ഷേ ഒരു കാലഘട്ടം ജനങ്ങൾ നേതൃത്വത്തെ കൊതിക്കുമ്പോ അവർക്ക് വേണ്ടി അള്ളാഹു നേതാവിനെ കൊടുക്കുന്ന ഒരു പ്രകൃതത്തിന്റെ ചരിത്രത്തിലെ ആദ്യ ശബ്ദമാണ് താലൂത്ത് എന്ന് പറയുന്നത്. നേതാവിനെ ജനങ്ങൾ ആഗ്രഹിക്കുക. ആ നേതാവാണെങ്കിൽ പ്രവാചകനല്ലതാനും, ആ നേതാവാണെങ്കിൽ ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ പാറ്റേണിന്റെ ഒരു ഭരണഘടനാപരമായ ഒരു പ്രദേശത്തിന്റെ അധിപനല്ലതാനും. പിന്നെ എങ്ങനെ നേതാവാകുക? ആ നേതാവാകുന്ന ഒരു ശീലമുണ്ട്, ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് താലൂത്ത് എന്ന നേതാവ്. ആ താലൂത്ത് എന്ന നേതാവിന്റെ പ്രത്യേകത, സമൂഹത്തിന്റെ മുന്നിൽ രണ്ട് മാനദണ്ഡങ്ങൾ കൊണ്ട് ലോകത്തെ നയിക്കാൻ കെൽപ്പുള്ളവരാ. ഒന്ന് അറിവ്, രണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിപ്രഭാവം. ചരിത്രം ഇങ്ങോട്ട് കടന്നു. ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് പിറകിൽ മനുഷ്യൻ വീണ്ടും പുരോഗതിയുടെ പുരായാനത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്ക്. പുരോഗതിയുടെ പുതിയ ഏടുകൾ തീർത്ത് ഞാനും നിങ്ങളും ജീവിക്കുന്ന 2015 എത്തി നിൽക്കുമ്പോ നമ്മൾ ഈ തടിച്ചുകൂടിയത് ചരിത്രം കണ്ട അങ്ങനെയൊരു ശ്രദ്ധേയനായ രണ്ട് വ്യക്തിപ്രഭാവത്തിന്റെ അതുല്യമായ ചേരുവകൾ ചേർന്ന് ഒരു രാജാവായി, ഒരു സമൂഹത്തിന്റെ മുന്നിലെ മാണിക്യ കൊട്ടാരത്തിലെ സുൽത്താനായി, ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രവാചകനാകാതെ, ഒരു പ്രത്യേകമായ ഭൂപ്രദേശത്തിന്റെ ഖലീഫയാകാതെ, ലോക ജനസാമാന്യത്തിന്റെ ഹൃദയത്തിൽ മന്ദമാരുതൻ കണക്കെ തെന്നി വീശുന്ന സ്നേഹത്തിന്റെ നിറനിലാവായി ഒരു വ്യക്തിപ്രഭാവം നിലനിന്നു. അതാണ് പാണക്കാട്ട് പുമുത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന ആ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയുടെ പ്രത്യേകത. രണ്ട് ഘടകങ്ങൾ ആ മനുഷ്യനെ വ്യതിരക്തനാക്കുന്നു. എന്താണ് ആ ഘടകം? ബസ്തതും ഫിൽ ഇൽമി വബസ്തതും ഫിൽ ജിസ്ം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. 10,000 തടിച്ചുകൂടിയ ഒരു ജനസഞ്ചയത്തിന്റെ ഇടയിൽ ചെന്നാൽ ആരും നോക്കിപ്പോകും ആ മുഖത്തെ തൂമന്ദഹാസം. ആരും ശ്രദ്ധിക്കും ആ ശരീരത്തിന്റെ പ്രത്യേകത. സാധാരണ വേഷത്തിൽ, സാധാരണക്കാരനെ പോലെ, സാധാരണ കുടുംബത്തിൽ, സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ, സാധാരണ ശീലങ്ങളോടെ ഒരു മനുഷ്യൻ ജീവിക്കുക. പക്ഷേ ആളുകൾ ശ്രദ്ധിക്കുക, ആ മനുഷ്യന്റെ വ്യക്തിപ്രഭാവം 10,000 ഇരിഞ്ഞാലും അതിനോട് പകരം വെക്കാനോ അടുത്തു വെക്കാനോ ഒരു ശരീരം തോന്നാത്ത രീതിയിൽ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന സൗന്ദര്യം, അത്ഭുതപ്പെടുത്തുന്ന ശരീരത്തിന്റെ സുഖം ഒരാൾക്ക് ലഭിക്കുക. മറ്റൊന്നെന്താ നേതാവിന് വേണ്ടത്? ബസ്തതും ഫിൽ ഇൽമ്, വിജ്ഞാനം വേണ്ടേ? നമുക്കിടയിൽ നമ്മൾ പരിചയിച്ചിട്ടുള്ള സമുദായ നേതൃത്വത്തിന്റെ ചരിത്രമെടുത്താൽ അറിവിന് വേണ്ടി ഇത്ര കാലം ജീവിതത്തിന്റെ ഒരു വലിയ ശതമാനം ചെലവഴിച്ച മറ്റൊരു നേതാവ് ഉണ്ടാകുമോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. 10-15 വർഷക്കാലം തസവ്വുഫ് പഠിക്കാൻ, ജ്ഞാനാർജനത്തിന് വേണ്ടി നാടുവിട്ട് ഈജിപ്തിലെ മനോഹരമായ വൈജ്ഞാനിക ആലയങ്ങളിൽ ജീവിതത്തിന്റെ വലിയൊരു സബര്യ, വലിയൊരു സമയം ചെലവഴിക്കാൻ തന്റെ ജീവിതത്തെ തെരഞ്ഞെടുത്ത ഒരു മഹാൻ. ഈ രണ്ട് വിശേഷണങ്ങളും ചേർത്ത് വെച്ച് ലോകത്തൊരു അതുല്യമായ മാതൃക തീർക്കാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് സാധിച്ചതിന്റെ അത്ഭുതകരമായ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഇന്ന് ഈ കാടപ്പടിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നതിന്റെ കാരണം. രണ്ട് പ്രഭാവം ഉണ്ടായാൽ ആ മനുഷ്യനെ ചരിത്രത്തിന് മാറ്റി നിർത്താൻ കഴിയില്ല. അറിവും ആളുകൾക്കിടയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിപ്രഭാവവും. ആ അറിവും വ്യക്തിപ്രഭാവവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഉയർന്നു വരിക, അല്ലെങ്കിൽ ആ സമൂഹത്തിന് അത്ഭുതപ്പെടുത്തുന്ന നേതൃത്വമായി വളരുക എന്നതല്ലാത്തൊരു മറുവഴിയില്ല. അതുകൊണ്ടാണ് MT വാസുദേവൻ നായർ എന്ന കേരളം കണ്ട അതുല്യനായ സാംസ്കാരിക പ്രതിഭ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മഹാനായ തങ്ങളെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് ചക്രവർത്തിമാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ചക്രവർത്തിമാരുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് രാജാക്കന്മാരുടെ അനുഗ്രഹീതമായ അവരുടെ ജീവിത ശൈലികൾ ഞാൻ അത്ഭുതത്തോടെ കൗതുകത്തോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. രാജാവിനെ കാണാൻ ആവേശത്തോടെ ജനസഞ്ചയം, ജനങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോ അബദ്ധങ്ങൾ മുന്നിൽ വെച്ച്, സെക്യൂരിറ്റി ഓഫീസർമാരെ മുന്നിൽ വെച്ച് 10,000 ആ വഴിയിൽ നടന്നു വരുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു നിഗതമായ ഒരു രാജ്യത്തിന്റെ അതിർത്തിയില്ലാത്ത,
പറഞ്ഞു പങ്കുവെക്കാൻ ഒരു പ്രത്യേക കാലത്തിന്റെ പരിധിയില്ലാത്ത, ഒരു പ്രദേശത്തിൻ്റെതാണെന്ന് പരിചയപ്പെടുത്താൻ കഴിയാത്ത ഒരു മഹാൻ ലോകത്തിന്റെ മനസ്സാക്ഷിയുടെ ഉള്ളിൽ അവരുടെ ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ ഒരു ചക്രവർത്തിയായി ജീവിച്ചു. ആ കിരീടം വെക്കാത്ത സുൽത്താനാണ് പാണക്കാട്ടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച യാഥാർത്ഥ്യമാണ്. മഹാനായ MT വാസുദേവൻ നായർ വിളിച്ചു പറയുന്നു. ആ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം ആവശ്യപ്പെടുന്നത് ഈ മനുഷ്യൻ ഈ വ്യക്തിപ്രഭാവത്തെ എല്ലാ ഭൗതിക മാനദണ്ഡങ്ങൾക്കും അപ്പുറത്തേക്ക് തന്റെ ഒരു മാനുഷികമായ കഴിവിനെ ഉയർത്താൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. മാനുഷികമായ കഴിവിനെ, സാധാരണമായ കഴിവിനെ, അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾക്ക്, ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോഴോ അത്ഭുതകരമായ പ്രവർത്തനങ്ങളുമായി, സാമൂഹിക രംഗത്തുള്ള വലിയ ഇടപെടലുകളുമായി, സാമൂഹിക മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന വലിയ പ്രവർത്തനങ്ങളുമായി ആ മനുഷ്യൻ ചരിത്രത്തിന്റെ ഏടുകളിൽ തുല്യതയില്ലാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച് പിരിഞ്ഞുപോയ വല്ലാത്ത ഒരു സാമൂഹിക പ്രതിഭാസമായി ആ മനുഷ്യൻ മാറുന്നു. അവിടെയാണ് നമ്മുടെ വിഷയം. മതേതര സമൂഹത്തിന്റെ മുന്നിൽ കത്തിജ്വലിക്കുന്ന ഒരു സൂര്യ തേജസ്സായി ആ മഹാനുഭാവൻ എങ്ങനെ മാറുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കാലം അതിവഷളായതാണ്, വല്ലാതെ അപകടപ്പെടുത്തുന്നതാണ്, വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. സാമൂഹികമായ മാനദണ്ഡങ്ങൾ മറികടന്ന് മതപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയമായ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സമൂഹത്തെ 100 തുണ്ടായി കീറിമുറിച്ചിട്ട് പരസ്പരം തമ്മിലടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പരസ്പരം തിരിച്ചറിയാത്ത, മൂല്യമറിയാത്ത, മനുഷ്യത്വത്തെ അറിയാത്ത, സംസ്കാരത്തെ അറിയാത്ത, പരസ്പരം കടപ്പാടുകൾ പോലുമില്ലാത്ത ഒരു മനുഷ്യ സമൂഹത്തെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാ ഇങ്ങനൊരു വിഷയത്തിൽ ഇങ്ങനെ ഒരു നേതാവിനെ നമ്മൾ അനുസ്മരിക്കുന്നത്. രാജ്യത്തിന്റെ മുന്നിൽ, സമൂഹത്തിന്റെ മുന്നിൽ, സമുദായത്തിന്റെ മുന്നിൽ അഭിമാനകരമായ ഒരു വ്യക്തിപ്രഭാവത്തെ പകർത്താൻ ഒരു സമൂഹത്തിന് കഴിയുമെന്നതിന്റെ ബാക്കിപത്രമാണ് ഞാനും നിങ്ങളും ഈ നാട്ടിൽ നിന്ന് സമ്മാനിച്ച, ഈ നാട്ടിൽ നിന്ന് നമ്മുടെ നേതൃത്വത്തിന്റെ ആ അലുകും പിടിയും സ്വീകരിച്ച് സമൂഹത്തിന്റെ മുന്നിൽ ഒരു വലിയ വ്യക്തിപ്രഭാവത്തിനുടമയായി മാറിയ പാണക്കാട്ടെ തങ്ങളുടെ പ്രത്യേകത. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 പ്രത്യേകതകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ 2 ഗുണങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ 2 വിശേഷണങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. രണ്ടാമത്തത് പ്രവാചകന്റെ ഒരു വാക്കാണ്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? സ്വർഗാവകാശികൾക്ക് 4 പ്രത്യേകതകളുണ്ട്. സ്വർഗത്തിലേക്ക് യാത്ര തിരിച്ചവന്, സ്വർഗീയമായ ചിന്തകൾ ഉള്ളവന്, അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് ബലമേൽപ്പിച്ച് പോകുന്നവന് 4 ലക്ഷണങ്ങളുണ്ട്. ഏതാണ് 4 ലക്ഷണങ്ങൾ? 1 വജുഹുൻ മലീഹ്, ഒന്നാമത്തെ പ്രത്യേകത വജുഹുൻ മലീഹ്. രണ്ടാമത്തത് വലിസാനുൻ ഫസീഹ് വയദുൻ സഖീഹ് വഖൽബുൻ തഖീഹ് ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹൃദയബന്ധുരമായ പ്രഖ്യാപനം. ലോക സമൂഹത്തിന്റെ മുന്നിൽ സ്വർഗീയമായ യാത്ര തിരിക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയുണ്ടല്ലോ, അവർക്ക് 4 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തത് വജുഹുൻ മലീഹ്, അവർ വല്ലാത്ത പ്രസന്നവദമായ മുഖമുള്ളവനാ. അവരുടെ മുഖം കണ്ടാൽ ആളുകൾ സന്തോഷം കൊണ്ട്, ഹൃദയ നിർവൃതി കൊണ്ട്, സംതൃപ്തി കൊണ്ട് നിറയുന്ന മനസ്സാണ്. വജുഹുൻ മലീഹ്, പരാതിക്കെട്ടുകളില്ലാത്ത മുഖമാണത്, നിരാശാശേഷം കാണാത്ത മുഖമാണത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തൂമന്താസം വിരിയിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുഖമാണ് അവരുടേത്. വലിസാനുൻ ഫസീഹ്, വ്യക്തമായ നാവാണ്, കൃത്യതയുള്ള നാവാണ്, കൃത്യതയുള്ള സംസാരമാണ്. ആളുകൾക്കിടയിൽ വഷളത്തരം പറയാത്ത, വഷളത്തരത്തിന് വേണ്ടി നാവിനെ പ്രയോഗിക്കാത്ത, ശാന്ത സൗമ്യനായ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തരമായ ബോധമുള്ള ആ ഒരു നാവാണ് വലിസാനുൻ ഫസീഹ്. കാലത്തിന് വേണ്ടത്, സമുദായത്തിന് വേണ്ടത്, ഉമ്മത്തിന് വേണ്ടത്, ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്, കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുന്നത് അതുപോലത്തെ ഒരു നാവാണ്. രണ്ടാമത്തെ പ്രത്യേകത ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ ചേർത്തു വെക്കുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത വഖൽബുൻ തഖീഹ് വയദുൻ സഖീഹ്. 2 പ്രധാനപ്പെട്ട ഗുണങ്ങൾ കൂടി സ്വർഗത്തിന്റെ യാത്ര തിരിക്കുന്ന സ്വർഗത്തിന്റെ അവകാശിക്കുണ്ട്. ആ അവകാശിയുടെ പ്രത്യേകതകളിൽ മൂന്നാമത്തത് വഖൽബുൻ തഖീഹ്, അവന്റെ ഹൃദയം അങ്ങേയറ്റത്തെ തഖ്വയിൽ നിലകൊള്ളുന്നതാ.
അള്ളാഹു എന്ന ബോധമാണ് അവനെ നയിക്കുന്നത്. പടച്ച തമ്പുരാനെ കുറിച്ചുള്ള നിരന്തരമായ ചിന്തയാണ് അവരുടെ ശക്തി. വഖൽബുൻ തഖീ, അങ്ങനെ തഖ്വയിൽ രൂഢമൂലമായ ഹൃദയമാണ്. വയദുൻ സഖീ, ഉദാരമായ കൈയാണ്, കയ്യയച്ച് കൊടുക്കാൻ കഴിയുന്ന കൈ. ഉദാരമായ മനുഷ്യൻ, ഉദാരതയുള്ള മനുഷ്യൻ, ജനറോസിറ്റി, അതാണ് ആ മനുഷ്യന്റെ മുദ്ര. ഈ 4 പ്രത്യേകതകളുള്ള ഒരാള് സ്വർഗത്തിന്റെ അവകാശിയാണ്. ശഫീഉനാ റസൂലുള്ളാഹി. ആ മനുഷ്യരെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിയത് അവര് വാക്കുകളിൽ, ചിന്തകളിൽ, അറിവിൽ അപാരമായ വിശാലതയുള്ളവരാ. അവര് മുഖത്ത് പ്രസന്നത വിരിയിക്കുമാറ് അവരുടെ മുഖത്തിന്, ശരീരത്തിന് വല്ലാത്ത ബസ്തത്ത് കിട്ടിയവരാണ്. മാത്രമല്ല അത് രണ്ടും പ്രയോജനപ്പെടുത്തി അവരുടെ മുഖത്തെ പ്രസന്നമാക്കി നിലനിർത്താൻ കഴിയുന്നവരാ. നാവിനെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്നവരാണ്. അവരുടെ കയ്യെ ചൂതാരമായി പാവങ്ങൾക്ക്, അശരണർക്ക്, സമൂഹ അവശത അനുഭവിക്കുന്ന നിരാലംബർക്ക് കൊടുക്കാൻ നീട്ടിവെക്കുന്ന കൈയാണ് അവരുടേത്. മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതെല്ലാം നിർവഹിക്കുന്നത് സർവാധിരാധനായ അല്ലാഹുവിനെ മുന്നിൽ കണ്ടിട്ടാണ്. ആ അപാരമായ തഖ്വയുടെ ആഴം വെച്ച്, തഖ്വയുടെ ഹൃദയം കൊണ്ടാണ് ആ മനുഷ്യർ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ 4 ഗുണങ്ങളാണ് സ്വർഗത്തിലേക്ക് യാത്ര പോകുന്നവന്റെ പ്രത്യേകത, സ്വർഗം കരഗതമാക്കുന്നവന്റെ ലക്ഷണങ്ങള്. ദുനിയാവിൽ ഇങ്ങനെ നോക്കി ആരൊക്കെയാണ് സ്വർഗത്തിന്റെ യാത്രക്കാര്, ആരൊക്കെയാണ് സ്വർഗത്തിന്റെ അവകാശികള്, ആരൊക്കെയാണ് സ്വർഗം അന്യമാക്കപ്പെടുന്നവര് എന്ന് തിരിച്ചറിയാൻ ഈ 4 സൂചകങ്ങൾ മതി എന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകരെ ചേർത്ത് വെക്കുന്നു. ആലോചിച്ചു നോക്കൂ എന്റെ പ്രിയമുള്ളവരെ. ഞാൻ ആദ്യം പറഞ്ഞ 2 ഘടകങ്ങൾ, ബസ്തത്തുൻ ഫിൽ ഇൽമി വബസ്തത്തുൻ ഫിൽ ജിസ്ം. നമ്മൾ ചർവണം നടത്തിയ ആ മഹാനുഭാവന്റെ ജീവിതത്തിലെ ചരിത്രങ്ങളും കഥകളും പറഞ്ഞ് ഞാൻ ഒരു ആവർത്തനത്തിന് ആഗ്രഹിക്കുന്നില്ല. എന്താണ് ഷെയ്ഡിന്റെ ഈ വാർഷികാഘോഷത്തിൽ ആ മഹാനുഭാവൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയാനാ ഞാൻ എൻ്റെ ഈ അനുവദിക്കപ്പെട്ട സമയം പ്രയോജനപ്പെടുത്തുന്നത്. ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാം. ആ മനുഷ്യന്റെ പുരുഷായുസ് മുഴുവനും ചെലവഴിച്ച സേവന കഥകൾ നിങ്ങൾക്കറിയാം. ഒരുപാട് തുല്യതയില്ലാത്ത മതേതരത്വത്തിന്റെ, വ്യക്തിപ്രഭാവത്തിന്റെ അതുല്യമായ മാതൃകകൾ നമുക്കറിയാം. അത് ആവർത്തിക്കുന്നില്ല. ആ നിങ്ങൾക്കറിയാവുന്ന ചരിത്രത്തിന്റെ കഥകളും വായനകളും, നിങ്ങൾ കേട്ട പ്രസംഗങ്ങളും, പ്രിയപ്പെട്ട ശാബദങ്ങൾ ഓർമ്മിപ്പിക്കുന്ന അനുസ്മരണ ഭാഷണങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ളിടത്ത് വെക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് വായിച്ചു തുടങ്ങുക. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഒന്ന് ചേർത്ത് വെച്ച് നോക്ക്. എങ്ങനെയാണ് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും ഇവിടുത്തെ മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും വിവിധ രാഷ്ട്രീയ ചിന്താഗതികളുടെ വ്യത്യസ്ത അലയങ്ങളിൽ ജീവിക്കുന്നവരുടെ ഇടയിലും ആ മനുഷ്യൻ നിലകൊണ്ടത് എങ്ങനെയാ? ആ മനുഷ്യന് അംഗീകാരം കിട്ടിയത് എങ്ങനെയാ? ആ മനുഷ്യൻ വലിയ വ്യക്തിപ്രഭാവത്തോടുകൂടി ആ നിലയുറപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് എങ്ങനെയാ? ഈ ഗുണങ്ങളാണ്, ഈ 6 ഗുണങ്ങൾ. 1 ബസ്തത്തുൻ ഫിൽ ഇൽമ്, 2 ബസ്തത്തുൻ ഫിൽ ജിസ്മ്, 3-മത്തത് ആ ഹൃദയത്തിന്റെ നന്മ പരിശുദ്ധിയോടെ പ്രദർശിപ്പിക്കുന്ന തൂമന്ദഹാസം വിരിയിക്കുന്ന ഒരു മുഖം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര മലപ്പുറത്തെ ഈ കാടപ്പടിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എൻ്റെ പ്രിയമുള്ള കാരണവന്മാരെ, രക്ഷിതാക്കളെ, പ്രക്ഷുബ്ധമായ, ക്ഷുഭിതമായ, വല്ലാതെ വേദനിപ്പിക്കുന്ന, മുഷിപ്പിക്കുന്ന ഒരു മുഖവുമായി ആ മനുഷ്യൻ നമ്മുടെ മുന്നിൽ വന്ന ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ആലോചിച്ചു നോക്ക്. 100 കണക്കിന് ആളുകൾ വീട്ടിൽ കയറി വരിക, പാതിരാത്രിയിലും രാവിലെയും പകലുമൊക്കെ ഏത് നിമിഷങ്ങളിലും കയറി വരിക. രാത്രിയിൽ യാത്ര കഴിഞ്ഞ് ക്ഷീണിതനായി, പരക്ഷീണനായി 2 മണിക്ക് വീട്ടിൽ കയറി വരിക. 100 കണക്കിന് ആളുകൾ അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴും പരിഭവമില്ല. നിങ്ങൾ എന്തൊരു ശല്യപ്പെടുത്തലാണെന്ന വാക്കില്ല. നിങ്ങൾ എന്താ സെക്യൂരിറ്റി മാനദണ്ഡങ്ങൾ പാലിക്കാത്തതെന്ന ചോദ്യമില്ല. എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്ന് മുൻകൂട്ടി അറിയിക്കാതെ, ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വന്നതെന്ന ചോദ്യമില്ല. നിങ്ങൾ എന്തിനാ അസ്ഥാനത്തും ഇങ്ങനെയുള്ള ഒരു അസമയത്തും എൻ്റെ വീടിന്റെ മുന്നിലേക്ക് കയറി വരുന്നതെന്ന ചോദ്യമില്ല. അപ്പോഴും പുഞ്ചിരി, അപ്പോഴും പുഞ്ചിരി. 2 മണി സമയത്ത് കയറി വരുന്ന വാപ്പ തന്നെ മുറ്റത്തുണ്ടായിരുന്ന ആളുകളെ സ്വീകരിക്കാതെ വീട്ടിനുള്ളിലേക്കൊന്ന് കയറുക പോലും ചെയ്യില്ല. അവരുടെ പ്രിയപ്പെട്ട മക്കള് സാക്ഷ്യപ്പെടുത്തുന്നു. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അങ്ങനെ മുഖത്തിന്റെ പ്രസന്നത നഷ്ടപ്പെടാത്ത ഒരു മഹാൻ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ അതിനെ സൂക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചൊരു നേതാവ്, നമ്മൾക്കിടയിലെ നേതാവ്. 2-മത്തത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. വാക്കുകൾ കൊണ്ട് ഈ കഴിഞ്ഞ ഇത്ര കാലം 6 പതിറ്റാണ്ട് കാലത്തെ മുസ്ലിം ലീഗിന്റെ സുന്ദരമായ ചരിത്രത്തിന്റെ ഏടുകൾ എടുത്തു നോക്കുമ്പോൾ ആ മനുഷ്യൻ നേതൃത്വം കൊടുത്ത അനുഗ്രഹീതമായ, അഭിമാനപ്രദമായ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കഥയെടുത്തു നോക്കുമ്പോൾ, മതനേതൃത്വത്തിൽ, മതരംഗത്ത് ആ വലിയ നേതാവ് നൽകിയ സേവന പാരമ്പര്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ, സാമൂഹിക സേവന കാരുണ്യ പ്രവർത്തന രംഗത്ത് ആ മഹാനുഭാവൻ ഇടപെട്ട മേഖലകളുടെ അനുഭവ കഥകൾ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ എവിടെയെങ്കിലും അപക്വമായൊരു വാക്ക്,
എവിടെയെങ്കിലും അയ്യേ എന്ന് തോന്നിയ ഒരു വാക്ക്, എവിടെയെങ്കിലും അത് പറയണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു വാക്ക്, എവിടെയെങ്കിലും അത് ശിഹാബ് തങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊരു പ്രയോഗം സൂക്ഷിച്ചു ആ മനുഷ്യൻ. വേണ്ട, വാക്കുകൾ കൊണ്ട് ആ മോശപ്പെട്ട ഒരു സാഹചര്യം എന്റെ പ്രയോഗങ്ങൾ കൊണ്ടുണ്ടാകരുത് എന്നാഗ്രഹിച്ചു. ആ സ്വപ്നം മനസ്സിൽ കൊണ്ട് നടന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചു, അതിനുവേണ്ടി വിനയം കൊണ്ട് നടന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അസ്സുംതു വഹുവ അവ്വലുൽ ഇബാദ എന്ന കിതാബുകളിൽ കാണാം, നിശബ്ദതയാണ് ഇബാദത്തിന്റെ തുടക്കമെന്ന്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങളോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വിജയിച്ചത്, നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്ര വലിയ ഉയർച്ച കിട്ടിയത്? മഹാനായ ലുഖ്മാൻ തങ്ങൾ മറുപടി കൊടുക്കുന്നത്, മാ ഇന്നദംതു അലാ സുകൂതി മറതൻ വലഖദ് നദംതു അലൽ കലാമി മിറാറാ മാ ഇന്നദംതു അലാ സുകൂതി മറതൻ. എൻ്റെ നിശബ്ദതയുടെ മേലെ ഞാൻ മിണ്ടാതിരുന്നു, ആവശ്യത്തിന് വേണ്ടി മാത്രം നാവ് തുറന്നു എന്നതിൻ്റെ പേരിൽ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. വലഖദ് നദംതു, പക്ഷെ ഞാൻ ഏറ്റവും ദുഃഖിച്ചത് ഞാൻ വേണ്ടാതെ പ്രയോഗിച്ച വർത്തമാനങ്ങളിലാ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഞാൻ നിരന്തരം ശീലിച്ചൊരു ശീലം, ഞാൻ വേണ്ടാത്തടത്ത് സംസാരിക്കില്ല. തർക്കീ മാലായ അനീനി, എനിക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഞാൻ സംസാരിക്കില്ല, ആവശ്യമില്ലാത്ത മേഖലകളിൽ ഞാൻ ഇടപെടില്ല, എനിക്ക് വേണ്ടാത്ത വിഷയങ്ങളിൽ എൻ്റെ നാവിനെ ചലിപ്പിക്കില്ല. അതുമാത്രമാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് മഹാനായ ലുഖ്മാൻ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാ. ആ ചരിത്ര പുരുഷന്മാരെ തൻ്റെ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ ജ്ഞാനാർജനത്തിൻ്റെ ചരിതയാത്രക്കിടയിൽ, ആ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിൻ്റെ വർഷങ്ങൾ നീണ്ട സബര്യക്കിടയിൽ ആ പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ പഠിച്ചെടുത്തതാവണം, ജീവിതത്തിൽ കോറിയിട്ടതാവണം ആ നിശബ്ദതയുടെ മധുരമന്ദാസം കൊണ്ട് ലോകത്തെ നയിക്കാനുള്ള നേതൃത്വത്തിന്റെ ചടുലത. അധികം ശബ്ദിച്ചിട്ടല്ല, ഘോരഘോരമം പ്രസംഗിച്ചൊരു പ്രസംഗം നമുക്ക് ഓർമ്മയില്ല. ആ നേതാവിനെ കുറിച്ച് മണിക്കൂറുകൾ നീണ്ട ശബ്ദഘോഷങ്ങളെ കുറിച്ച് അറിയില്ല. ഈ ജനസഞ്ചയത്തിന്റെ നേതൃത്വത്തിന് അവരുടെ ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ ജീവിക്കുന്ന സ്നേഹപൂങ്കാവായ ആ പ്രിയപ്പെട്ട നേതാവിനെ പറ്റി അങ്ങനെ ഒരു വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നൊരു പ്രയോഗം പോലും ഓർമ്മയില്ല. എന്നിട്ടും നേതാവാകുക, എന്നിട്ടും നേതാവാകുക, കോരിത്തെരിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക പോലും ചെയ്യാതെ നേതാവാകുക. വലിയ വലിസാനൻ ഫസീ, സ്വർഗത്തിൽ പോകാൻ പറയുന്നത് വ്യക്തമായി പറയുന്ന നാവ് മതി, ആവശ്യമുള്ളത് ആവശ്യമുള്ളിടത്ത് സ്നേഹത്തോടെ പറയാൻ കഴിയുന്ന നാവ് മതി. അത് വ്യക്തതയുള്ള നാവാ. വലിസാനുൻ ഫാഹിഷ്, അതിന്റെ നേർ വിപരീതമായി ഹബീബ് പരിചയപ്പെടുത്തിയത് വലിസാനുൻ ഫാഹിഷ്, അറുവശളായ നാവെന്നാണ്. വഷളത്തരം പറയുന്ന നാവ്, ആളുകൾക്ക് പ്രതിരോധം തീർക്കുന്ന നാവ്, ആളുകളെ പ്രതിസന്ധിയിലാക്കുന്ന നാവ്, വേണ്ടതും വേണ്ടാത്തതും വിളിച്ചു പുലമ്പുന്ന വൃത്തികെട്ട നാവിന് പകരമാണ് വലിസാനുൻ ഫസീ. ഇത് ഞാനും നിങ്ങളും കൊണ്ടു നടക്കേണ്ടതാ. ഇതൊരു അമാനുഷികമായ കഴിവല്ല. ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ സ്വർഗീയമായ ലോകത്തേക്ക് യാത്ര ചെയ്യാൻ കൊതിക്കുന്നുവെങ്കിൽ, എന്റെയും നിങ്ങളുടെയും സ്വപ്നം എന്നത് സ്വർഗമാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഹദീസിൽ നിന്ന് ചേർത്ത് പഠിക്കേണ്ടത് നമ്മുടെ ദൂരത്തുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ 14 മുമ്പ് ജീവിച്ച ഹബീബിന്റെ കൂടെ, സ്വഹാബാക്കളുടെ കൂടെ, താബീങ്ങളുടെ കൂടെ, പിൽക്കാലത്തെ ജനസഞ്ചയത്തിന് നേതൃത്വം കൊടുത്ത ഇസ്ലാമിന്റെ പൂർവ്വസൂരികളായ നേതാക്കളുടെ ഇടയിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് കാണാം. അത്ര പിറകിലേക്ക് ചരിത്രത്തിലേക്ക് പോകണ്ട. ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്ത് ജീവിച്ച് നമ്മൾക്കിടയിൽ നിന്ന് സ്നേഹത്തോടെ വിട പറഞ്ഞ് പിരിഞ്ഞുപോയ, നമുക്കിടയിൽ ജീവിച്ച സാധാരണക്കാരനായ ഈ 21-ാം നൂറ്റാണ്ടിന്റെ ഹൃദയബന്ധുരമായ ജീവിത താളങ്ങളെ തിരിച്ചറിഞ്ഞൊരു നേതാവ്, ആ നേതാവിൽ നിന്ന് കണ്ടതാ, ആ നേതാവിൽ നിന്ന് ശീലിച്ചതാ, ആ നേതാവിൽ നിന്ന് പരിചയിച്ചതാ, ആ നേതാവിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതാ. ഈ 4 ഗുണങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ, പ്രസന്നമായി സമൂഹത്തെ കാണുക, മുഖത്ത് നിരാശയില്ലാതിരിക്കുക, തളരട്ടെ തകരട്ടെ, പതറട്ടെ ഇടറട്ടെ, എന്തിനാണ് നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത വിഷണ്ണമായ അവസ്ഥ? അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരിക, പ്രക്ഷുബ്ധമായ നിശബ്ദ
നിശബ്ദമായ ഒരു സാഹചര്യം, ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. ഹൃദയമാകെ കടന്ന് വിതുമ്പുകയാണ്. എങ്ങനെയാ വലിയ മനുഷ്യനോട് പറയും നമ്മൾ ആ നഗ്ന സത്യം? ജീവിതത്തിൽ ഇത്ര കാലം ഒരു തോഴയായി കൂടെ തൻ്റെ നിമിഷങ്ങൾക്കും തൻ്റെ സ്നേഹത്തിനും നേട്ടത്തിനും തൻ്റെ സന്തോഷങ്ങളിലും പ്രതിസന്ധികളിലും തനിക്കൊരു കൂട്ടായി, തണലായി, കരുത്തായി, വഴിയായി, വെളിച്ചമായി തൻ്റെ കൂടെ നടന്ന പ്രിയപ്പെട്ട പ്രിയതമ, ഒരു യാത്രയിൽ പോലും തന്നെ തനിച്ചാക്കാത്ത പ്രിയപ്പെട്ട പ്രിയതമ, ചികിത്സയുടെ ഒരു ഘട്ടത്തിൽ പോലും തനിക്ക് ശുശ്രൂഷ തരുന്നതിൽ നിന്ന് മാറി നടക്കാത്ത പ്രിയപ്പെട്ട തൻ്റെ ജീവിതത്തിൻ്റെ സഖി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പിരിഞ്ഞു പോയി എന്ന വാർത്ത എങ്ങനെ ഞങ്ങളെ പ്രിയപ്പെട്ട നായകനോട് പറയും? ആ കുടുംബം തന്നെ പ്രതിസന്ധിയിലായ സമയം, ആ സമയത്ത് പ്രിയപ്പെട്ട ഉമറലി തങ്ങളത് പറഞ്ഞു കൊടുക്കുന്ന രംഗം നേരിട്ട് കണ്ടവർ പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. വിളിച്ചു പറയുമ്പോ ആ മാനുഭാവനോട് എങ്ങനെ പറയുമെന്നറിയാതെ ധൈര്യം അവലംബിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വാർത്ത കേൾക്കണം കേട്ടോ. നിങ്ങൾ നമ്മുടെ പ്രിയങ്കരിയായ, നമ്മുടെ എല്ലാം കുടുംബത്തിന്റെ അത്താണിയായ ആ പ്രിയപ്പെട്ട ഉമ്മ കൂടെയില്ല, അങ്ങയുടെ ഭാര്യ നമ്മളോടൊപ്പം ഇല്ല, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പിരിഞ്ഞു പോയിരിക്കുകയാ. തൻ്റെ വീടിന്റെ ഉമ്മറത്ത് തൻ്റെ വരവും കാത്ത പ്രതീക്ഷയോടെ കാത്തിരിക്കുമെന്ന് കൊതിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് കാണാഞ്ഞിട്ട് ഇടം കണ്ണുകൊണ്ട് നോക്കുന്ന ആ മനുഷ്യന് എവിടെയാണ് എൻ്റെ പ്രിയതമാ എന്ന് അന്വേഷിക്കുന്ന മനസ്സിന്റെ തേട്ടത്തിന്റെ മുന്നിലാണ്. ഇനി നോക്കില്ല, ഇനി അവിടെ ആ ഉമ്മറത്തില്ല, ഇനി നിങ്ങളെ കാണാൻ അവർ വരില്ല, ഇനി നിങ്ങൾക്ക് കൂട്ടിരിക്കാൻ അവരില്ല, നിങ്ങൾക്ക് ചികിത്സയുടെ ഒരു സംരക്ഷണവും സഹായവും സ്നേഹവും ആവശ്യമുള്ള സമയത്ത് തണലിരിക്കാൻ ഒരാളില്ല എന്ന നഗ്നമായ സത്യം വിളിച്ചു പറയുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ, നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചു നോക്ക്. പതറില്ലേ ഈമാനില്ലാത്തവർ, ഇടറില്ലേ മനസാക്ഷിയില്ലാത്തവർ, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമില്ലാത്തവര് മുഖത്ത് വിളിച്ചു പറയില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അവരുടെ മുഖമാകെ വിഷണ്ണരായി പൂർണ്ണമായി നിരാശയുടെ പടുകുഴിയിൽ ചെന്ന് ചാടില്ലേ? ഇല്ല. വജുഹുൻ മലീ വഖൽബുൻ തഖീ. എവിടുന്നാ മുഖത്താ പുഞ്ചിരി വരുന്നത്? അത് ആധുനിക മനഃശാസ്ത്ര ലോകം പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ മുഖത്ത് കൽപ്പിതമായി കെട്ടിയുണ്ടാക്കുന്ന പുഞ്ചിരിയല്ല. ആളുകളെ സൂചിപ്പിക്കാനും കാണിക്കാനും ആളുകളെ വശീകരിക്കാനും നിങ്ങൾ എടുക്കുന്ന ഒരു ഡിപ്ലോമസിയല്ല. അത് കേവലമായ ഒരു പേഴ്സണാലിറ്റിയുടെ തിയറിയല്ല. വ്യക്തിപ്രഭാവത്തിനെ ശ്രദ്ധിപ്പിക്കുവാൻ, ആളുകളെ വശീകരിക്കാനുള്ള ഒരു മാനേജ്മെന്റ് തന്ത്രമല്ല. ഇത് ജീവന്റെ തുടിപ്പാ, ഇത് ഹൃദയത്തിന്റെ താളമാ, ഇത് മനസ്സിന്റെ ശക്തിയാ, ഇത് മനുഷ്യന്റെ ഹൃദയബന്ധുരമായ തഖ്വയിൽ നിന്ന്, രൂഢമൂലമായ തഖ്വയിൽ നിന്ന് ഉറവ കൊള്ളുന്ന സ്നേഹത്തിന്റെ പ്രഭാവമാ. വഖൽബുൻ തഖീ. അത് തഖ്വയുള്ള ഹൃദയത്തിന് മാത്രം സാധിക്കുന്നതാ. ആ തഖ്വയുള്ള ഹൃദയമാണ്, അത് ഫസിയായ നാവാണ്, അത് സുന്ദരമായ മുഖമാണ്. അവർ പറയുകയാ, ജീവിതത്തിൽ ഇത്ര തുല്യമായ, ഇതിന് തുല്യമായ ഒരു മുഹൂർത്തം ഞങ്ങൾ കണ്ടിട്ടില്ല. ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് തുള്ളി തുള്ളിയായി കണ്ണുനീരുറ്റുന്നുണ്ട്, ഉള്ളിൽ താങ്ങാനാവുന്നില്ലെന്നതിൻ്റെ ശരി. എന്നിട്ടും വിളിച്ചു പറയുകയാണ്, എല്ലാവരും വരിക. വീട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കയറാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാ. എന്നിട്ട് തൻ്റെ പ്രിയതമയെ കൊണ്ടുപോയി മറ ചെയ്തിരിക്കുന്ന മൈതാനിയുടെ ചാരത്ത് ചെന്ന്, ആ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അൽ ഫാത്തിഹ, തൻ്റെ പ്രിയതമക്ക് പ്രിയപ്പെട്ടവരുടെ ജീവിത തോഴന്റെ സ്നേഹത്തിന്റെ പ്രാർത്ഥന അത് കൊടുക്കുകയാണ്. പരിഭവമില്ലാതെ, പരാതിയില്ലാതെ, വിഷമങ്ങളില്ലാതെ, നിരാശയില്ലാതെ. അല്ലാഹുവേ, നീ തന്നവൻ നീയാ. തൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. അത് ഈമാനുള്ളവരുടെ പ്രത്യേകതയാ. നീ തന്നോ, നീ തിരിച്ചെടുത്തോ. നീ എന്നെ ഉയർത്തിക്കോ, എന്നെ താഴ്ത്തിക്കോ. എൻ്റെ സുഖങ്ങൾ നീ തിരിച്ചെടുത്തോ, എന്നെ നീ സുഖീയമായ സൗകര്യങ്ങളിൽ കൊണ്ടുപോയിട്ടോ. എനിക്ക് പതർച്ചയില്ല, ഇടർച്ചയില്ല. കാരണം അല്ലാഹു മഈ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അത് വഖൽബുൻ തഖീ എന്നവരുടെ പ്രത്യേകതയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ മൂന്ന് ഉദാഹരണങ്ങൾ വ്യക്തിപ്രഭാവത്തിന്റെ നിഴലിക്കുന്ന ഉദാഹരണങ്ങളായി, സ്വർഗീയ യാത്രയുടെ ലക്ഷണങ്ങളായി, സ്വർഗാവകാശിയുടെ മുഖലക്ഷണങ്ങളായി അള്ളാന്റെ ഹബീബ് പരിചയപ്പെടുത്തിയ മൂന്ന് ലക്ഷണങ്ങൾ കാണാൻ നമുക്ക്
നമുക്കിടയിൽ ഒരു നേതാവിനെ നമുക്ക് ഉദാഹരിക്കാൻ അഭിമാനത്തോടെ സാധിക്കില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അഭിമാനത്തോടെ പറഞ്ഞൂടെ? ഈ 3 ഘടകങ്ങൾ സാധാരണക്കാരനായി ജീവിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്ത ഒരു മഹാൻ, ആ കാണിച്ചു കൊടുത്ത ഒരപാരമായ നന്മയുടെ ഉടമയായി ജീവിക്കുവാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ഒരു മഹാൻ. ആ മനുഷ്യൻ അങ്ങനെയാ വായിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലമായ അർത്ഥങ്ങളിലെല്ലാം ചില ജീവിതങ്ങൾ സമൂഹത്തിൽ ചില സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്താവാൻ? ആ വ്യക്തിയെ ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി മാത്രമല്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവർ അർത്ഥം കണ്ടെത്തിയ ആ ജീവിതത്തിന്റെ താളങ്ങളെ സ്വീകരിക്കാൻ. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ അനുസ്മരണത്തിന്റെ ദൗത്യം എന്താ? അനുസ്മരണത്തിന്റെ ദൗത്യം ഓർമ്മിച്ചിട്ട് ആ മനുഷ്യന് സർട്ടിഫിക്കറ്റ് കൊടുക്കലല്ല. ആ സർട്ടിഫിക്കറ്റ് ഓൾറെഡി കിട്ടിയത് കൊണ്ടാണ് അനുസ്മരണം നടക്കുന്നത്. എന്താണ് അനുസ്മരണത്തിന്റെ ദൗത്യം? അവരിൽ നിന്ന് പഠിക്കാനുണ്ടോ എന്നറിയാൻ. എന്തിനാ ചരിത്രം പഠിക്കുന്നത്? ചരിത്രത്തിൽ നിന്ന് ബോധം കിട്ടുമോ എന്നറിയാൻ. എന്തിനാ പഴയ കാലത്തെ കുറിച്ച് ആലോചിക്കുന്നത്? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു الصخر بالواد وفرعون ذي الاوتاد. എത്ര മനോഹരമായിട്ടാണ് സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു പഴയ കാലത്തിന്റെ ചരിത്രങ്ങൾ ഇങ്ങനെ അക്കമിട്ട് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ? ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ചരിത്രത്തിന്റെ വായനയുടെ ലക്ഷ്യമെന്നാണ്. നിനക്കും വരുമെന്ന ബോധമാണ്, നീയും ജീവിക്കണമെന്ന തിരിച്ചറിവാണ്. ഞാനും പതിയിരിക്കേണ്ട ഏത് ഘട്ടത്തിലും ഇത്തരം പരീക്ഷണങ്ങൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വരുമെന്ന ബോധമാണ്. നല്ല നിലയിലല്ലെങ്കിൽ രക്ഷപ്പെടുക എളുപ്പമല്ല എന്ന തിരിച്ചറിവാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. സ്വർഗ്ഗത്തിലേക്ക് വരിക, ശാന്തതയോടെ എൻ്റെ അനുയായികളിൽ വരിക. ശാന്തമായ മനസ്സേ, നിന്നെ കൊണ്ട് അല്ലാഹുവിനെ തൃപ്തിയാ, അല്ലാഹുവിനെ കൊണ്ട് നിനക്കും തൃപ്തിയാണ്. അങ്ങനെ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പിരിഞ്ഞു പോകലാണ് ഒരു മുസ്ലിമിന്റെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഊർജം സംഭരിക്കലാണ്. ഇതുപോലെയുള്ള ജീവിച്ച് വിജയിച്ച മഹാന്മാരെ ഞാനും നിങ്ങളും ഓർമ്മിക്കേണ്ടതിന്റെ പ്രത്യേകത അതാണ്. കർമ്മമാണ്, ഓർമ്മയിലെ പുണ്യമല്ല. കർമ്മമാണ്, ഓർമ്മയിലെ പുണ്യമല്ല. കർമ്മമാണ്, ഓർമ്മയിലെ പുണ്യമല്ല. ആ കർമ്മമാണ് മുസ്ലിമിന്റെ ദൗത്യം. ആ കർമ്മം തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഈ 3 താളങ്ങളെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. പ്രസന്നമായ മുഖം, കൃത്യമായ വാക്കുകൾ, വളരെ അർത്ഥമുള്ള സംസാരങ്ങൾ, ആവശ്യത്തിനുള്ള പ്രയോഗങ്ങൾ. അത് വേണ്ടാത്തടത്തത് ഉപയോഗിക്കൂല. 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഈ ഹൃദയത്തിൽ തഖ്വയുണ്ടാകുക. ആ തഖ്വ കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ചെയ്യുന്ന പ്രവർത്തിയിലൊക്കെ തഖ്വയുണ്ടെങ്കിൽ ഒരു സൂക്ഷ്മതയുണ്ടാകും. അത് നേതാവിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾക്കിടയിൽ നിന്ന് ശോഷിച്ചു പോകുന്നത് ഒരുപക്ഷെ ഇതെല്ലാം ഉണ്ടാക്കുന്ന സാധനങ്ങളായി മാറുന്നു, കൃത്രിമമാകുന്നു. ഇതൊക്കെ ഡിപ്ലോമസി ആകുന്നു, മാനേജ്മെന്റ് ടാക്ടിക്സ് ആകുന്നു. പാടില്ല. അത് വന്ന സമുദായം തകരും. കാരണം എന്താ? ഈ ലോകത്ത് ഇതൊക്കെ പ്രയോഗിച്ച ലോകത്തിലെ പല നേതാക്കളുണ്ട്. അവരൊക്കെ തളർന്നില്ലേ? ജെനുവിനിറ്റി ആവണം, ഒറിജിനാലിറ്റി ആവണം ഇതിന്റെയൊക്കെ ആയുധം. ഇത് ഉള്ളുന്ന് വരണം, ഉള്ളുന്ന് വന്ന് പുഞ്ചിരിക്കണം. ആ പുഞ്ചിരി ഇബാറത്താണ്, ആ പുഞ്ചിരി സ്വതക്കയാണ്. ഉള്ളുന്ന് വന്നിട്ട് നല്ലത് പറയണം. ആളുകളെ ബോധിപ്പിക്കാനല്ല, സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, നേരിന്റെ പാതയിൽ നയിക്കാൻ, നന്മ പറയാൻ, നേരിന് വേണ്ടി ശബ്ദിക്കാൻ, ആരെയും ബോധ്യപ്പെടുത്താനല്ല. ഇന്ന് നമ്മൾക്കിടയിൽ ഇതൊക്കെ കളങ്കത്തിൻ്റെതായി. നാവ് ഉപയോഗിക്കുന്നത് അവനവൻ്റെ സൗകര്യത്തിന് വേണ്ടി, ഹൃദയം തോന്നിയതുപോലെ കൊണ്ടു നടക്കാൻ. നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ മുഖം അത് അവനവന് പറ്റിയ സാഹചര്യത്തിന് പറ്റിയ രൂപത്തിൽ മാറ്റാൻ. ഇതൊക്കെ കാപ്പട്ടിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിഫാക്ക് വെച്ചുകൊണ്ടാ ഇന്നത്തെ ഉറവ നിഫാക്കാണ്. മുസ്ലിമിന്റെ തഖിയായ ഹൃദയത്തിന് പകരം മുനാഫിഖിന്റെ ഏറ്റവും അറുകപടമായ ഹൃദയത്തിൽ നിന്നാണ് ഇന്ന് ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അതുതന്നെയാണ് സമൂഹത്തിന്റെ തകർച്ചയുടെ പ്രഥമ ഗുണപാഠമായി ഞാനും നിങ്ങളും പഠിച്ചെടുക്കേണ്ടത്. അവിടുന്ന് മാറണം. എന്നിട്ട് ഇതൊക്കെ ഉള്ളിൽ തട്ടി പറയുന്ന, ഉള്ളിൽ തട്ടി ചെയ്യുന്ന, ഉള്ളിൽ തട്ടി ആലോചിക്കുന്ന ഒരു മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ? സമാധാനം ഉണ്ടാവും. ഞാനീ പറഞ്ഞ റാദിയതൻ മർദിയ, മുത്മഇന്നായ ഹൃദയം എന്നൊക്കെ പറഞ്ഞ മഹാന്മാര് പരിചയപ്പെടുത്തിയ ആ ശാന്ത മനസ്സ് സ്വാഭാവികമായി സംഭവിക്കും. അതുകൊണ്ടാണ് പലരും ചോദിച്ചു, എന്തുകൊണ്ടാണ് മഹാനായ ശിഹാബ് തങ്ങൾ ഇത്ര കാലം ഇത്ര വലിയ നേതാവായി, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി, ബാബരി മസ്ജിദിന്റെ വിധ്വംസന പ്രശ്നങ്ങൾ മുതലുള്ള ഭീകരമായ പ്രതിസന്ധികൾക്കിടയിൽ പോലും ഒരുപാട് സാമൂഹികമായ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ ഉണ്ടായിട്ട് പോലും എന്താ ഒരു പോലീസ് വാഹനത്തിന്റെ എസ്കോർട്ട് പോലും ഇല്ലാതെ ആ മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റിയത്?
കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ പ്രവിശാലമായ പ്രദേശങ്ങളിൽ മുഴുവൻ ഒരു എസ്കോട്ട് വാഹനമില്ലാതെ പാതിരാത്രിയിൽ യാത്ര ചെയ്യാൻ എങ്ങനെയാ മനുഷ്യന് സാധിച്ചത്? ആലോചിച്ചു നോക്ക്. ചിന്തിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലഘട്ടത്തിൽ? നമുക്ക് ഊഹിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലഘട്ടത്തിൽ സുരക്ഷാ ഭടന്മാരില്ലാത്തൊരു നേതാവിനെ, തന്റെ പിറകിൽ എസ്കോട്ട് നിൽക്കാത്തൊരു നേതാവിനെ, മുന്നിലെ സെക്യൂരിറ്റി ഓഫീസർ ഇല്ലാത്തൊരു വീട്, കഥക് അടച്ചിടാത്ത ഏതെങ്കിലും ഒരു വീട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഏത് പാതിരാത്രിയിലും ആർക്കും ചെന്ന് തുറക്കാൻ പറ്റുന്ന ഒരു തറവാടിന്റെ മുറ്റം, കൊടപ്പനക്കൽ തറവാടിന്റെ മുറ്റത്ത് അങ്ങനെ തുറന്നു വെക്കാൻ ഒരു വീട്, ആ തുറന്നു വെക്കാൻ ഒരു വാതിൽ, അങ്ങനെ ഒരു നേതാവ്, അങ്ങനെ ഏത് പാതിരാത്രിയിലും തന്റെ വീട്ടിലേക്ക് ആർക്കും കയറിച്ചെല്ലാം. ജാതിയില്ല, മതമില്ല, വർഗമില്ല, ബോധമില്ല, വ്യത്യാസമില്ല. അങ്ങനെ ഒരു കാലം നിങ്ങൾ ആലോചിച്ചു നോക്ക്. അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ഇന്നത്തെ ഇത്രയും കൊള്ളിവെപ്പും, ഇത്രയും വൃത്തികേടുകളും, ഇത്രയും കാപാലികമായ മനസ്സും, ഇത്രയും വർഗീയമായ ധ്രുവീകരണവും, ഇത്രയും പോളറൈസേഷനും, ഇത്രയും വൃത്തികെട്ട മനുഷ്യന്മാരും, ഇത്രയും കൊള്ളയും വെറിയും, ഇത്രയും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഇത്തരം നെഗറ്റീവായ ഫോഴ്സുകളും സ്വാധീനങ്ങളും ഒക്കെയുള്ളൊരു കാലത്ത് അത്ഭുതമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതാണ് മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും സത്യത്തിന്റെ കൂടെ ജീവിച്ചാൽ. സത്യം പറഞ്ഞാൽ പേടിക്കേണ്ടതില്ല. എന്താ തെളിവ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഒരു ദിവസം ഒരാൾ ഇങ്ങനെ വന്നു. ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വന്നതാണ്, രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ. ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ കൊട്ടാരത്തിൽ നോക്കുമ്പോൾ മൂപ്പരില്ല. പിന്നെ എവിടെ പോയി? കാണാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ഒരു മരത്തിന്റെ ചോട്ടിൽ ഒരു ചെറിയ കുടിലിന്റെ താഴെ ആ മനുഷ്യൻ, ഒരു ചെറിയ തോല മേഞ്ഞ ഒരു ചെറിയ പുരയുടെ അടിയിൽ ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അത്ഭുതപ്പെട്ടു, ഇത് ഖലീഫയാണോ ഉമർ ഇബ്നുൽ ഖത്താബ്? നെവർ 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 നെവർ. അങ്ങനെ ആകൂല. കാരണം ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു പരിചാരകനില്ലാതെ, ഒരു അംഗരക്ഷകനില്ലാതെ, ഒരു വാൾപ്പയറ്റ് ആളുകൾക്ക് ഒരു സംരക്ഷണത്തിന്റെ ഒരു മാനദണ്ഡം ഇല്ലാതെ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കും, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി. ഉടനെ പറഞ്ഞു, കൈഫയനാമു ഹാക്കിമുൽ മുസ്ലിമീൻ ദൂന ഹിർസ്. ഒരു കാവൽക്കാരനില്ലാതെ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരി ഇങ്ങനെ കിടന്നുറങ്ങും, എന്തൊരു അത്ഭുതമാണ് അത്. ഉമറിനെ പോലെ ധീരശൂരനായ ഒരു നേതാവ് ഒരാളും നോക്കാനില്ലാതെ, ഒരു അംഗരക്ഷകനും ഇല്ലാതെ ഇത്ര കൂളായിട്ട് കിടന്നുറങ്ങാൻ പറ്റും, എന്തൊരു അത്ഭുതമാണ്. എല്ലാവരും ചോദിച്ചു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എണീറ്റിട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആ മനുഷ്യൻ സന്തോഷത്തോടെ പറഞ്ഞു, ഇതെനിക്കൊരു പ്രശ്നമല്ല, ഇത് നടക്കും. കാരണം എന്താ? അല്ലാഹു അല്ലാഹു സത്യം, ഹക്ക്. അതിനായുള്ള തിരിച്ചു കൊടുത്ത മറുപടി എന്താ അറിയോ? ഹകംത ഫഅദൽത ഫഅമിൻത ഫനിംത യാ ഉമർ. ഹകംത ഫഅദൽത ഫഅമിൻത ഫനിംത യാ ഉമർ. പ്രിയപ്പെട്ട ഉമർ, നിങ്ങൾ ഹകംത വിധിച്ചു, ഫഅദൽത നീതി കാണിച്ചു, ജസ്റ്റിസ്, ഒരു തെറ്റുമില്ല, നിങ്ങൾ ഒരു അന്യായം ആരോടും ചെയ്തില്ല. അപ്പൊ നിങ്ങൾ നിർഭയനായി, ആരെയും പേടിക്കാനുമില്ല. പേടി ഉണ്ടാകപ്പോഴാ എന്തെങ്കിലുമൊക്കെ ഗുരുതക്കേട് ഒപ്പിക്കുമ്പോഴാ. പേടിയില്ല, നിങ്ങൾ ഗുരുത്തക്കേട് ഒപ്പിച്ചിട്ടില്ല, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ തീർപ്പ് കൽപ്പിച്ചതൊക്കെ ന്യായമാണ്, സത്യമാണ്. അതുകൊണ്ട് ഉമറെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റി. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിൻ്റെ ഉള്ളിൽ ഉറക്കം കിട്ടാത്ത എത്ര ആളുണ്ട് ഇന്നത്തെ കാലത്ത്? സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ വലിയ നേതാവൊക്കെ ആവും, പക്ഷെ കൊടുന്നിട്ട് ഉറക്കം വരണില്ല, ചാടി എണീക്കുകയാണ്. ആ ചാടി എണീക്കണതിന്റെ കാരണം എന്താ? പലതും ഇങ്ങനെ ഉറക്കത്തിൽ ഓർമ്മ വരികയാണ്. പഠിച്ച റബ്ബേ, ഇതെങ്ങാനും അയാൾ അറിഞ്ഞാൽ, ഇതെങ്ങാനും പുറത്തു പോയാൽ, ഈ പ്രശ്നമായിട്ട് നാട്ടിലെത്തിയാൽ, ആ പ്രശ്നക്കാരായിട്ട് ഇങ്ങോട്ട് വന്നാൽ ആർക്കാ സ്വസ്ഥതയായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്? അവിടെയാണ് ഒരു മരത്തിന്റെ ചോട്ടിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി കിടന്നുറങ്ങുന്നത്. നിങ്ങൾ ഭരിച്ചു, നിങ്ങൾ നയിച്ചു, നിങ്ങൾ നീതി കാണിച്ചു, നിങ്ങൾക്ക് സമാധാനം കിട്ടി, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാനില്ല. അതിന് ഞാൻ പിൽക്കാലത്ത് എൻ്റെ ഒരു എളിയ ചരിത്ര വായനയിൽ അങ്ങനെ സുന്ദരമായി ഉറങ്ങിയ ഒരു മനുഷ്യൻ ശിഹാബ് തങ്ങളാണ്. അത്ര ശാന്തമായിട്ട് ഉറങ്ങിയ ഒരു മനുഷ്യൻ, അത്ര സമാധാനത്തോടെ ആളുകൾക്കിടയിൽ ഉറങ്ങി യാത്ര ചെയ്തൊരു മനുഷ്യൻ, അത്ര ആളുകൾക്കിടയിൽ സമാധാനത്തോടെ നാട്ടുകാർ കാവൽ നിന്ന് ഉറക്കിയ ഒരു മനുഷ്യൻ, അത് മഹാനായ ശിഹാബ് തങ്ങളാണ്. എന്താ കാരണം? അനീതിയില്ല, അന്യായമില്ല, അസ്വസ്ഥതകളില്ല, ഒരു പ്രയാസത്തിന്റെയും വേലിക്കെട്ടുകളില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ടവനും ഒരാശ്രയം. അവിടെ ചെന്ന ഒരു നീതി, അവിടെ ചെന്ന ഒരു സത്യം, അവിടെ ചെന്ന വാല്യൂ, അവിടെ ചെന്ന മൂല്യം കിട്ടും. ആരാ പ്രതീക്ഷിക്കുന്നത്? എല്ലാവരും. എന്താ പ്രതീക്ഷിക്കുന്നതിന്റെ കാരണം? മുസ്ലിം ലീഗുകാരന്റെ തറവാടാണോ കടപ്പനക്കൽ തറവാടെന്നത്? അല്ല. മുസ്ലിം സമുദായത്തിന്റെ തറവാടാണോ? അല്ല. ഈ രാജ്യത്തിലെ മതേതര ജനസഞ്ചയത്തിന്റെ ഹൃദയത്തിന്റെ, അവരുടെ ഇടങ്ങളിൽ ജീവിക്കുന്ന സത്യത്തിന്റെ നേർരൂപമായി അവർ കണ്ടിട്ടുള്ള നേതാക്കന്മാരുടെ ഇടയിലെ സത്യസന്ധതയുടെ പ്രതീകമായിരുന്നു ശിഹാബ് തങ്ങൾ. അതുകൊണ്ട് ആ വീട് അവരുടെ എല്ലാവരുടെയും വീടാണ്. ആ വീട് ഇന്നും അവരുടെ എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമാണ്. എന്തുകൊണ്ട് അങ്ങനെ മാറാൻ പറ്റിയത്? ഈ സത്യസന്ധമായ ഇടപെടലുകളുടെ ഒരു തലം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് പറ്റി. ആ നന്മ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ ജീവിക്കുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മാന്യത ജീവിതത്തിൽ ഉണ്ടാവണം. എന്താണ് മാന്യത? പ്രവാചകരോട് ഒരിക്കൽ ചോദിച്ചു, നബിയെ, എനിക്കൊരു ചോദ്യമുണ്ട്. മൽ മുസ്ലിം, ആരാണ് മുസ്ലിം?
ആരാണ് ഈ മതേതര സമൂഹത്തിൽ ജീവിക്കേണ്ട മുസ്ലിം? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ ഏത് കാലഘട്ടത്തിലും അനുഗ്രഹീതമായ സന്ദേശമാണ്. പ്രവാചകനോട് മുസ്ലിം ആരാണെന്ന് ചോദിച്ചപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചവരെ എല്ലാ പ്രവാചകരെ പരിചയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മധുര മനോഹരമായ മറുപടി മൻസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അവന്റെ നാവിൽ നിന്ന് അവന്റെ കയ്യിൽ നിന്ന് മറ്റൊരു മുസ്ലിം രക്ഷപ്പെട്ടാൽ ആ മുസ്ലിമാണ് ഏറ്റവും വലിയ മനുഷ്യന്. ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോട് ആരാണ് നബിയെ ഏറ്റവും നല്ല വിശ്വാസി എന്ന് ചോദിക്കുമ്പോ തന്റെ നാവ് കൊണ്ടോ കരങ്ങൾ കൊണ്ടോ മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാക്കാത്തവനാണ് ഏറ്റവും നല്ല മുസ്ലിം. ഹബീബേ, ആരാണ് നമ്മൾക്കിടയിൽ ഏറ്റവും നല്ലവനെന്ന് ചോദിക്കുമ്പോ അംഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്, ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നവരാണ്. ആരാണ് ആ ജനങ്ങൾ? മുസ്ലിം എന്നുണ്ടോ? അല്ല. അയൽപക്കത്തുള്ളത് അമുസ്ലിമാണ്, സ്നേഹിക്കണോ? വേണം. അവനോട് അന്യായമാകാമോ? പറ്റില്ല. അവന്റെ മുതൽ തട്ടിപ്പറിക്കാമോ? പാടില്ല. ഇസ്ലാമിലെ ഗുരുതരമായ പ്രശ്നമാണ്. അതൊരു വ്യക്തിയുടെ മുതൽ നശിപ്പിക്കൽ മാത്രമല്ല, അത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിച്ഛായ തകർക്കൽ കൂടിയാ. അങ്ങനെ സമൂഹ മനസാക്ഷിയുടെ മുന്നിൽ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, ആരെയും ഉപദ്രവിക്കാത്ത, മനുഷ്യന്റെ അധ്വാനത്തിന്റെ നന്മകൾ കൊണ്ട് അതിക്രമം കാണിക്കാതെ നീതിപൂർവ്വം ജീവിക്കുന്ന ജീവിതമാണ് ഒരു മുസ്ലിമിന്റെ തേട്ടം. അങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. അവർക്ക് ലോകത്തിന്റെ മുന്നിൽ വൃത്തികേടുകളില്ല, അവർക്ക് അന്യായങ്ങളില്ല, അവർ മോശത്തരങ്ങളുടെ കൂടെ കൂടുന്ന പ്രശ്നമേ ഇല്ല. അവർക്കതിന്റെ മുന്നിൽ ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ മാനദണ്ഡമല്ല. സ്വന്തമായി മതമുണ്ട്, സ്വന്തമായി സംഘടനയുണ്ട്, സ്വന്തമായി രാഷ്ട്രീയമുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും മറ്റുള്ളവനെ അന്യായം ചെയ്യാതിരിക്കാനുള്ള ജാഗ്രതയാണ് വിശ്വാസിയുടെ കരുത്ത്. ദുൽമ് എന്നത് ഒരു അശേഷം പോലും അവരുടെ ജീവിതത്തിൽ വരില്ല. അവരേത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും ശാന്തമായി മനസ്സിനെ കൊണ്ട് നടക്കുന്നവരാ. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ആ നന്മ നിലനിർത്താൻ കെൽപ്പുള്ളവരാ, കഴിവുള്ളവരാ. അങ്ങനെ സാധിക്കണമെങ്കിൽ ഉപനിഷത്തിൽ, വളരെ ഭാരതീയ ദർശനത്തിൽ അത്തരം ചില വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതുണ്ട്. അവർ പറയുന്നത് വാക്ക് ഉപനിഷത്തിലെ ശ്രദ്ധേയമായൊരു വാക്കാണത്. സമശത്രൗജ മിത്രൗജ. സമശത്രൗജ മിത്രൗജ തഥാ മാനാഭിമാനയോഹ ശീതോഷ്ണ സുഖദുഃഖേഷു സമ സംഗവിവർജിത. ശീതോഷ്ണ സുഖദുഃഖേഷു സമ സംഗവിവർജിത. തുല്യ നിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ ഏന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നര. സമശത്രൗജ മിത്രൗജ തഥാ മാനാഭിമാനയോഹ ശീതോഷ്ണ സുഖദുഃഖേഷു സമ സംഗവിവർജിത. തുല്യ നിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ ഏന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നര. ചില ആളുകൾ സമൂഹത്തിൽ ചില ഒറ്റപ്പെട്ട വ്യക്തികൾ ഉണ്ടാവും. ചില നേതൃത്വത്തിൽ ഇരിക്കുന്നവർ, ചില നന്മയുള്ള മനുഷ്യർ, ചില പൂമരങ്ങൾ. അവരുടെ പ്രത്യേകത എന്താ? സമശത്രൗജ മിത്രൗജ. ശത്രുവാവട്ടെ മിത്രമാവട്ടെ. തഥാ മാനാഭിമാനയോഹ. മാനം തരുന്നവനാകട്ടെ, അഭിമാനം തരുന്നവനാകട്ടെ, അപമാനം തരുന്നവനാകട്ടെ. ശീതോഷ്ണ സുഖ ദുഃഖേഷു സമ. തണുപ്പാവട്ടെ ചൂടാവട്ടെ, സുഖമാവട്ടെ ദുഃഖമാവട്ടെ. സംഘവിവർജിത. കൂട്ടുകൂടി വെറുതെ നശിക്കാനൊന്നും നിൽക്കാതെ ഇത്തരം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ ഏന കേനചിത്. നിന്ദിച്ചാലും സ്നേഹിച്ചാലും തുല്യതയോടെ അതിനെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ചിലർ. ശത്രുക്കളാവട്ടെ, മിത്രങ്ങളാവട്ടെ, കുത്തുവാക്കുകളാവട്ടെ, സ്നേഹവാക്കുകളാവട്ടെ, പ്രേരണയാവട്ടെ, പ്രോത്സാഹനമാവട്ടെ, പ്രതിസന്ധിയാവട്ടെ, കുറ്റപ്പെടുത്തലുകളാവട്ടെ, എല്ലാത്തിനെയും സന്തുഷ്ടോ ഏന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോനര. അവർക്ക് ആരോടും സ്ഥായിയായ ശത്രുതയില്ല, ആരോടും സ്ഥായിയായ അകൽച്ചയില്ല, ആരോടും സ്ഥായിയായ വെറുപ്പില്ല, ആരോടും മനസ്സിൽ കൊണ്ട് നടക്കുന്ന അസ്വസ്ഥതകളില്ല, ഒന്നുമില്ല. ആ ഒന്നുമില്ലാതെ ജീവിക്കാൻ ഒരാൾക്ക് കഴിയുക. അതിനെന്താ മാനദണ്ഡം പറഞ്ഞത്? ആധുനിക മനഃശാസ്ത്രം പോലും പറയുന്നു ഏറ്റവും സ്വസ്ഥമായ ഡീപ്പ് സ്ലീപ്പ് കിട്ടണമെങ്കിൽ പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് പറയും. ഏറ്റവും ആഴമേറിയ ഉറക്കം കിട്ടണമെങ്കിൽ ഈ അടുത്ത കാലത്ത് ദുബൈയുടെ ഭരണാധികാരി ഷെയ്ഖ് റാഷിദ് മഖ്ദൂം അദ്ദേഹത്തിന്റെ ഒരു മൈ വിഷൻ എന്ന ആ ദുബൈയിലെ റൂളറുടെ മൈ വിഷൻ എന്ന പുസ്തകം ഈ അടുത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടാണ്. അതിലും അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു വാക്കാതാണ്, എനിക്കെങ്ങനെ ഇത്ര സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്? അദ്ദേഹം ചോദിക്കുകയാണ്. അതിന് അദ്ദേഹം തന്നെ മറുപടി,
എനിക്ക് അന്നന്ന് രാത്രി തീരാത്ത വെറുപ്പോ അസ്വസ്ഥതയോ പ്രയാസമോ ആരോടും ഇല്ല. അന്ന് രാത്രി തീരാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നാളേക്ക് എടുത്തു വെക്കേണ്ട ഒരു വെറുപ്പും വിദ്വേഷവും എനിക്കില്ല. അങ്ങനെ ഇല്ലാത്തവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. അതാണ് എനിക്കുള്ള ഗുണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ പറ്റുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, പൂർണ്ണമായി എൻ്റെ ജീവിതത്തിൽ ആ സമാധാനം കിട്ടണതിൻ്റെ കാരണം, നാളേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളോടുള്ള വെറുപ്പോ ദേഷ്യമോ ഒരു ആക്ഷൻ പോലും ഒരു പണിഷ്മെന്റ് പോലും ഞാനൊരു മനസ്സ് കൊണ്ടെടുക്കലില്ല. അന്ന് രാത്രി തീരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഷിഹാബ് തങ്ങൾക്ക് ഉറക്കം കിട്ടിയതിന്റെ കാരണം അതാണ്. നാളേക്കെന്ന് പറഞ്ഞിട്ട് ആ സാധു കൊണ്ടിടുന്ന ഒന്നുമില്ല. നാളെ പോയിട്ട് അന്ന് തീർക്കണം, എന്നിട്ട് അന്ന് പരിഹരിക്കണം, എന്നിട്ടൊന്ന് 4 പറയണം എന്ന് വിചാരിച്ചില്ല. നമ്മളോ ഇന്ന് തീരണ ഒന്നും നമ്മളെ കയ്യിലില്ല, എല്ലാം നാളേക്കുള്ളതാണ്. നമ്മൾ കൊണ്ടുനടക്കുന്ന തേജും അടുത്ത കൊല്ലം ചെയ്യാനുള്ള കണക്ക് നമ്മളെടുത്തുണ്ട്, അടുത്ത മാസം ചെയ്യാനുള്ളത്, അടുത്ത ഇലക്ഷനിൽ ചെയ്യാനുള്ളതുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളതുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളതുണ്ട്. ഇതൊക്കെ നമ്മൾ നാളെയുള്ള കണക്കും വെച്ചിട്ട് നടക്കുകയാണ്. ഒരിക്കൽ സമാധാനം കിട്ടൂല, അവർക്ക് ഉറക്കം കിട്ടൂല. ഇന്ന് തീർക്ക്, ഇന്നത്തെ രാത്രി തീരട്ടെ, നാളേക്ക് വേണ്ടി വേണ്ട. കാരണം എന്താ? ഇതാ അംസൈത ഫലാ തന്തളിരിൽ ഇദാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ. രാവിലെ ആയാൽ വൈകുന്നേരം ആകുന്ന എന്തുറപ്പാണ്? വഇദാ അംസൈത ഫലാ തന്തളിരിൽ സബാഹ്. വൈകുന്നേരമായാൽ രാവിലെയാകുമെന്ന് ഉറപ്പാണ്. അത് ഉറപ്പില്ലാത്ത മനുഷ്യൻ പിന്നെ എങ്ങനെ നാളേക്ക് വേണ്ടി കണക്ക് പറയാനും കുറ്റം ചെയ്യാനും പകരം വീട്ടാനും കൊണ്ടെടുക്കുക, വെറുപ്പ് കൊണ്ടെടുക്കാൻ? നോ, നെവർ, ഒരിക്കലും ഉണ്ടാവില്ല. ആ ശാന്തതയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട. സന്തുഷ്ടോ അനികേത സ്ഥിരമതർ ഭക്തിമാൻ മേ പ്രിയോനര. അവര് ഭക്തിയുടെ നിഴലും വെച്ചിട്ട് അവരാകെ സ്ഥിരമായി നിൽക്കുക. ബുദ്ധി മാത്ര, വിവേകം മാത്ര. ഞാൻ നേരത്തെ പറഞ്ഞ ബസ്തത്തും ഫിൽ ഇൽമ്, അറിവിന്റെ ആഴം മാത്രമേ സ്ഥിരമായിട്ടുണ്ടാവും. ബാക്കി ആരോടും ഇല്ല. അതൊക്കെ അന്നന്നത്തെ കാര്യങ്ങളിൽ തീർന്നു പോകും. മനസ്സിൽ കൊണ്ടു നടക്കൂല അസ്വസ്ഥതകൾ. ബുദ്ധിയും ഭക്തിയുമല്ലാത്ത മറ്റൊന്നും കൊണ്ടു നടക്കാത്ത ആത്മീയ ശേഷിയുള്ളവർ, അവരുടെ കയ്യിൽ ഈമാനുണ്ട് ഉറച്ചത്, ഇൽമുണ്ട് ഉറച്ചത്. അത് ഇൽമുൽ യഖീൻ വഅൈനുൽ യഖീൻ. യാഥാർത്ഥ്യത്തിന്റെ ജ്ഞാനമുണ്ട്, യാഥാർത്ഥ്യ ബോധത്തിന്റെ കാഴ്ചയുണ്ട്. അതല്ലാത്ത മറ്റൊന്നും അവരുടെ കയ്യിലില്ല. ആ ബുദ്ധിയും ഭക്തിയുമല്ലാത്ത മറ്റൊന്നും അവർ സ്ഥിരമായി കൊണ്ടു നടക്കാറില്ല. മറ്റുള്ളതെല്ലാം സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ബുദ്ധിപൂർവ്വം പ്രയോഗിച്ച് നടപ്പിൽ വരുത്തി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പിരിഞ്ഞു പോകുന്നവരാണവർ. അതുതന്നെയാണ് അവരുടെ പ്രത്യേകത. അതുമാത്രമാണ് അവരുടെ ഗുണങ്ങളായി എണ്ണി പറയുന്നത്. ആലോചിക്കുക എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇങ്ങനെ ഒരു നന്മ നമ്മൾ കൊണ്ട് നടക്കാൻ ഒരാൾക്ക് പറ്റിയാൽ അതാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഖ്യാതി, ഏറ്റവും വലിയ പരിശുദ്ധി, ഏറ്റവും വലിയ നന്മ. പുതിയ കാലഘട്ടത്തിൽ ഹിന്ദുവിനെ ഹിന്ദുവായി, മുസ്ലിമിനെ മുസ്ലിമായി, ക്രൈസ്തവനെ ക്രൈസ്തവനായി സംഘടിപ്പിച്ചു നിർത്തി അവരെയൊക്കെ നന്മയോടെ സംഘടിപ്പിച്ച് അവരെ ശക്തിപ്പെടുത്തി പരിശീലിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ദൗത്യത്തിനപ്പുറത്തേക്ക് ഹിന്ദുവിനെ മുസ്ലിമിനെതിരായും മുസ്ലിമിനെ ഹിന്ദുവിനെതിരായും ക്രൈസ്തവനെ ഇരുകൂട്ടർക്ക് എതിരായും സംഘടിപ്പിക്കുന്ന വൃത്തികെട്ട സങ്കുചിത കാഴ്ചപ്പാടുകളുടെ ഇടയിൽ കടന്ന് വീർപ്പുമുട്ടുകയാണ് ഇന്നത്തെ കാലമെന്ന് പറയുന്നത്. വേണ്ട, മുസ്ലിമിനത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വേദിയെ പ്രൊമോട്ട് ചെയ്യാൻ, അത്തരം വേദികളുടെ ഇടയിലേക്ക് സഞ്ചരിക്കാൻ ഈ സമുദായത്തിന് കഴിയില്ല എൻ്റെ പ്രിയമുള്ളവരെ. അങ്ങനെ ഒരു ബോധത്തിലേക്ക് ഒരു യഥാർത്ഥ മുസ്ലിമിന് പോകാൻ കഴിയില്ല. കാരണം എന്താ? സമശത്രൗജ മിത്രൗജ. ശത്രുവും മിത്രവും മുസ്ലിമിനുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്താ നിത്യമായി ശത്രു? പിശാചല്ലാത്ത വേറൊരു ശത്രു നമുക്കുള്ളത്? അള്ളാഹുവിന്റെ ദുനിയാവിൽ നമുക്കുള്ള മുസ്ലിമിന്റെ ശത്രു ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. പിശാചല്ലേ? പിശാച് എന്ന് പറഞ്ഞാൽ ഓൾ ദി എവിൾ ഫാക്ടേഴ്സ്, ഓൾ ദി നെഗറ്റീവ്സ്, എല്ലാ വൃത്തികേടും. ആ വൃത്തികേടല്ലാത്തൊന്നുമില്ല. പ്രവാചകനോട് ചോദിച്ചു, ആരാണ് മുസ്ലിം എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകനോട് ചോദിച്ച മറ്റൊരു ചോദ്യം, വഅയ്യുൽ ഹിജ്റതി അഫ്ളലു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, മറ്റൊരു ചോദ്യം, ഏത് ഹിജ്റയാണ് ഏറ്റവും നല്ലത്? ഏത് ഹിജ്റയാണ് ഏറ്റവും നല്ലത്? ഉടനെ മറുപടി, തിന്മയെ വെടിയലാണ് ഏറ്റവും വലിയ ഹിജ്റ. ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ? പാലായനാണ്. നാട് വിടുക, കൂട് വിടുക, സ്വന്തം കൂട്ടക്കാരെ വിടുക, സ്വന്തം സമ്പത്ത് വിടുക, സ്വത്ത് വിടുക, ഇതൊക്കെ വിട്ടിട്ട് വേറൊരു നാട്ടിലേക്ക് പോവാ. ആ പാലായനമാണ് ഹിജ്റ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വന്തം നാടും വീടും കൂടും വിട്ടിട്ട് പോവുക, എല്ലാം ത്യജിക്കുക, പിറന്ന മണ്ണ് നഷ്ടപ്പെടുക. പ്രിയമുള്ളവർ, റസൂലുള്ളാഹി എന്നോട് ചോദിക്കുകയാണ്, ഏതാ ഏറ്റവും നല്ല ഹിജ്റ? റസൂലുള്ളാഹി പറയാണ്, അതൊക്കെ പിന്നെയും നടക്കും, പക്ഷേ മനസ്സിൽ കുടികൊള്ളുന്ന വൃത്തികേടുകളിൽ നിന്ന് ഹിജ്റ പോക്, തിന്മകളിൽ നിന്ന് ഹിജ്റ പോക്, തിന്മകളിൽ നിന്ന് ഹിജ്റ പോക്, വൃത്തികേടുകളിൽ നിന്ന് ഹിജ്റ പോക്. ആ ഹിജ്റ പോവലാണ് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ഹിജ്റയാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത്. അങ്ങനെ വന്നാൽ ലോകത്ത് മുസ്ലിമീങ്ങളെ തളർത്താൻ, തകർക്കാൻ, അവരെ വേദനിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇത് സത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്,
സെപ്റ്റംബർ 9/11 ശേഷം ലോക സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ എത്ര വലിയ കൂടിച്ചേരലുകൾ നടന്നു, എത്ര വലിയ പരിശ്രമങ്ങൾ നടന്നു. ആ പരിശ്രമങ്ങളൊക്കെ നടന്നത് അമേരിക്കയിൽ, യൂറോപ്പിന്റെ വിവിധ പ്രവിശ്യകളിൽ, ജർമ്മനിയിൽ, ഇംഗ്ലണ്ടിൽ, ഇങ്ങനെ പല പ്രവിശ്യകളിലും നമ്മൾ കണ്ടതല്ലേ അതിന്റെ പടയോട്ടം, ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങളുടെ പടയോട്ടം. എന്താ പുതിയ വർത്തമാനം? ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ നമ്മളൊക്കെ ഇവിടെ മനോഹരമായി ഈദുൽ അദ്ഹ ആഘോഷിച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്ജലമായ സ്മരണകൾ പങ്കുവച്ചപ്പോ അതേ ആവേശത്തിൽ, അതിലും ആവേശത്തിൽ, അതേ എനർജിയിൽ ഈ സുന്ദരമായ ഖലീലുല്ലാഹിയുടെ വിളിയാളം, തക്ബീർ ധ്വനികൾ, സുന്ദരമായ ഈദുൽ അദ്ഹയുടെ തവക്കുലും ഇഖ്ലാസും അത് ഉയർത്തിക്കാട്ടി വിളിച്ചുകൂട്ടുന്ന സംഗമങ്ങളും വേദികളും അങ്ങ് അമേരിക്കയിൽ നടക്കുകയായി, ഇറ്റലിയിൽ നടക്കുന്നു, ജർമ്മനിയിൽ നടക്കുന്നു, UK നടക്കുന്നു, എല്ലായിടത്തും നടക്കുന്നു. ആയിരക്കണക്കിന് 2010 1000 ഉണ്ടായിരുന്നിടത്ത് 2015 ആകുമ്പോഴേക്ക് ആയിരക്കണക്കിന് പള്ളികൾ ഉണ്ടാകുന്നു. അവിടെയൊക്കെ ഇസ്ലാമിക സമൂഹം വരുന്നു. എന്താ ഉത്തരേന്ത്യയിലെ മുസ്ലിമുകൾക്ക് നഷ്ടപ്പെട്ടത്? എല്ലാം ഉണ്ടായിരുന്നല്ലോ. കൊട്ടാരമുണ്ട്, അധികാരമുണ്ട്, തറവാടിത്തമുണ്ട്, പണമുണ്ട്, പ്രതാപമുണ്ട്. എന്താ ഇല്ലാതിരുന്നത് ബംഗാളിലെ മുസ്ലിമുകൾക്ക്? എന്താ ഉത്തരേന്ത്യയിലെ മുസ്ലിമുകൾക്ക് ഇല്ലാതിരുന്നത്? എല്ലാം ഉണ്ട്. അവർക്ക് പറയാൻ, അവർക്ക് എടുത്തു വെക്കാൻ, അവർക്ക് കാണിച്ചു കൊടുക്കാൻ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നഷ്ടപ്പെട്ടില്ലേ? മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ തന്നെ ഒരു പള്ളിയും ഒരു സ്ഥാപനവും ഉണ്ടാക്കാൻ പഞ്ചാബിലെ മാൻസ എന്ന പ്രദേശത്ത് പോയത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. മുമഞ്ഞനായ ഇതിന്റെ ചെയർമാൻ കൂടിയായ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ഡെലിഗേഷൻ ഈ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പോയതായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ഇതുപോലത്തെ ഒരു വിശാലമായ ഒരു ഹാളിൽ ഒരുപാട് ആളുകൾ, അവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന അവിടുത്തെ പഞ്ചാബിലെ മാനസയിലെ മുസ്ലിം സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി ഒരു സദസ്സ്. അവിടെ വെച്ച് ഒരു ദിവസം നീണ്ടതിൽ നിന്ന ക്ലാസും പ്രസംഗവും പരിശീലനങ്ങളും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പള്ളിക്ക് തറക്കല്ലിടാൻ വേണ്ടി ഒരു വിശാലമായ മൈതാനത്തിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ആ തറക്കല്ലിടാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല ആ അനുഭവം. പലപ്പോഴും ഞാൻ ആവർത്തിക്കാറുണ്ട്. ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പ്രായം ചെന്ന മനുഷ്യൻ കേരളത്തിൽ നിന്ന് വന്നതാന്ന് കണ്ടപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ അമർത്തിപ്പിടിച്ച് തൂങ്ങി നിന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ആപ്ലോ കേരളാസേ, കേരളത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ രണ്ടാമത്തെ വാക്ക്, ആപ്ലോ പഹല ഖബർസ്ഥാൻ ബനാവോ ഫിർ മസ്ജിദ് ബനാവോ. നിങ്ങൾ ആദ്യം പോയി ഖബർസ്ഥാൻ ഉണ്ടാക്ക്, എന്നിട്ട് മസ്ജിദ് ഉണ്ടാക്ക്. നിങ്ങൾ ആലോചിച്ചു ആ വാക്കെന്താ? ഞാൻ വെച്ചൊരു പ്രായം ചെന്ന ആളുടെ പിച്ചുമ്പയും വിട്ടു, ഒന്നും ചിന്തിച്ചില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന പഞ്ചാബ് മുസ്ലിം അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിയുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞു, പഹല ഖബർസ്ഥാൻ ബനാവോ ഫിർ മസ്ജിദ് ബനാവോ, എന്തൊക്കെ ഈ ഹക്കീക്കത്ത് ഹൈ ഇസ്മേ. ഉടനെ ആ മനുഷ്യൻ്റെ മറുപടി, അയാളെ കണ്ണിങ്ങി നിറഞ്ഞു. അയാളെ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു, കേരളത്തിലെ മുസ്ലിം ലീഗുകാരോട് വന്നിട്ട്, പാണക്കാട്ടെ തങ്ങളോട് വന്നിട്ട് ഞങ്ങൾക്ക് ഖബർസ്ഥാൻ ഉണ്ടാക്കി തരാൻ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറയാൻ പറ്റണത് പള്ളി ഉണ്ടാക്കാനല്ലേ പറയാൻ പറ്റൂ. ഇവിടെ തറവാടിത്തമുള്ള കുടുംബങ്ങൾ ഒഴിച്ചാൽ മിക്കവാറും കുടുംബങ്ങളിൽ മരിച്ചാൽ കൊണ്ടുപോയി കത്തിക്കലാണ്. അവരുടെ മയ്യത്ത് കൊണ്ടുപോയി കത്തിക്കലാണ്. ഖബറടക്കുന്ന രീതിയില്ല. അപൂർവം ചില ഇസ്ലാമികമായി ബോധമുള്ള കാഴ്ചപ്പാടുള്ള നല്ല തറവാടുകൾ ഒടിച്ചാൽ ഭൂരിഭാഗത്തിന്റെ അവസ്ഥ അതാണ്. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ അതേ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വലിയ സേവനം ചെയ്ത് വലിയ സഹായിയായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലിയ കെട്ട് കണ്ടു. അതുപോലെ തന്നെ അദ്ദേഹം വലിയ ഒരു സഹോദര കാഴ്ചപ്പാടിലൊക്കെ നടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ 2 പേര് കൊണ്ട് നടക്കുന്നവരാണ്. ഒന്നാമത്തെ പേര്, ഞങ്ങൾ ഒരു लोगों के सामने एक नाम होगा, घर वालों के सामने दूसरी नाम होगा. ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്കൊരു പേരുണ്ടാവും, വീട്ടിനുള്ളിൽ ഉപയോഗിക്കാൻ വേറൊരു പേരുണ്ടാവും, കല്യാണത്തിനും മരണത്തിനൊക്കെ ഉപയോഗിക്കാൻ ഒരു പേര്, നാട്ടിലും കോളേജിലും സ്കൂളിലൊക്കെ ഉപയോഗിക്കാൻ ഒരു പേര്. ഏതായി പേര്? ആ നാട്ടിൽ പറ്റിയ പൊതുസമൂഹത്തിന് പറ്റിയൊരു പേര് അവരുടെ. മുസ്ലിം പേര് വീട്ടിനുള്ളിലേക്ക് മാത്രം. കാരണം എന്താ? മുസ്ലിമായി നിന്ന അന്തസ്സില്ല. മുസ്ലിമായി നിന്നാൽ അവിടെ അഭിമാനത്തോടെ നിലയുറപ്പിക്കാൻ പറ്റണില്ല. മുസ്ലിമായി നിന്നാൽ അവർക്ക് ഉന്നതമായ ഒരു ശ്രേണിയിലേക്ക് പോകാൻ അവർക്ക് തടസ്സമാണ്. കാരണം എന്താ? മുസ്ലിമിന് ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നു. ഏതാണ് ആ പഞ്ചാബ്? ആ സമയത്ത് JDTയുടെ സെക്രട്ടറി CP കുഞ്ഞു മുഹമ്മദ് സാഹിബ് അവിടെ സംസാരിച്ചപ്പോൾ വളരെ വികാരാധീനനായി അദ്ദേഹം തിരിച്ചു അവരോട് പറഞ്ഞു, അവരുടെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ അറിയുമോ, അങ്ങ് കോഴിക്കോട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു യതീംഖാനയുണ്ടായി, JDT ഇസ്ലാം ഓർഫനേജ്. ആ യതീംഖാന ഉണ്ടാക്കാൻ വന്നത് പഞ്ചാബിലെ ഒരു കച്ചവടക്കാരനായ ഒരു മുസ്ലിം സഹോദരനാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ അമരത്തുള്ളവരല്ല കോഴിക്കോട്ടെ പാവങ്ങൾക്ക് ഒരു യതീംഖാന വേണമെന്ന് പറഞ്ഞിട്ട് JDT ഇസ്ലാം ഉണ്ടാക്കിയത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനക്കാരല്ല. ഞങ്ങൾക്ക് അന്നൊന്നുമില്ലാതിരുന്ന കാലത്ത്, ആരോരുമില്ലാതിരുന്ന കാലത്ത് ഇവിടുത്തെ കച്ചവടത്തിന് വേണ്ടി കടന്നു വന്ന പഞ്ചാബിലെ കച്ചവടക്കാരനായ ഒരു മുസ്ലിം സഹോദരനാണ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് JDT ഇസ്ലാം ഓർഫനേജ് സ്ഥാപിച്ചത്. ആ നാടാണ് ഈ നാട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഭാഗ്യം ചെയ്തതുകൊണ്ട് ശിഹാബ് തങ്ങളെ പോലെ, ബാഫഖി തങ്ങളെ പോലെ, പൂക്കോയ തങ്ങളെ പോലെ ഹൃദയബദ്ധരമായി നേതൃത്വം കൊടുക്കാൻ, ഒരു നിഴലിൽ ഒന്നിക്കാൻ, ഇവിടുത്തെ മത സാമൂഹിക മേഖലകളിലുള്ള ആളുകളൊക്കെ ഒന്നിച്ചു നിർത്താൻ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ഉണ്ടായി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ അംബ്രല്ല ഓർഗനൈസേഷൻ ഒരു കുട പോലെ മുന്നിൽ നിന്ന് നയിക്കാൻ തയ്യാറായപ്പോ ഇവിടെ ഈ കേരളത്തിലെ മലബാറിലെ മുസ്ലിമീങ്ങൾ മറ്റാരെക്കാളും ഒരു മോഡലായി. എന്നിട്ട് അവർ പറയാ, ഞങ്ങൾക്ക് കേരള മോഡൽ വേണം. എന്താ കേരള മോഡൽ? ഒന്നുമില്ല.
കേരള മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൂട്ടായ്മയാണ്. കേരള മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇൻക്ലൂസിവിറ്റിയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഹിന്ദുവിനോടില്ല വിരോധം, ക്രൈസ്തവനോടില്ല വിരോധം. അവരൊക്കെ സഹോദരങ്ങളാ. ഒരു ഉടലിന്റെ ഭാഗം, ഒരു ശരീരത്തിന്റെ ഭാഗം, രണ്ട് ദിശയിലാണെന്ന് മാത്രം. ഹിദായത്തിന്റെ ദിശ അവർക്ക് കിട്ടിയില്ലെന്ന് മാത്രം. മറ്റൊരു വ്യത്യാസവും നമ്മളില്ല. ആ ഒരു ഉന്നതമായ ബോധത്തിൽ ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ച ഒരു നേതാവാണ് ശിഹാബ് തങ്ങൾ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു, ഇവരൊക്കെ നമുക്ക് എങ്ങനെയാണ്? ഉടനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖുൻ ഫിൽ ഇസ്ലാം വ അഖുൻ ഫിൽ ഇൻസാനിയ. രണ്ട് തരത്തിലാണ് ഇവരൊക്കെ. ഒന്ന്, ഇസ്ലാമിൽ ചില സഹോദരങ്ങളുണ്ട്. രണ്ട്, അഖുൻ ഫിൽ ഇൻസാനിയ, മനുഷ്യത്വത്തിൽ ചില സഹോദരങ്ങളുണ്ട്. അതുപോലെ ഇസ്ലാമിൽ സഹോദരങ്ങളുണ്ട്. ഇസ്ലാമിലെ സഹോദരങ്ങൾ ഏതാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്നവർ, ഇപ്പോ മക്കയിലുള്ളവർ, ഇപ്പോ മദീനയിൽ കാണുന്നത്, ഇപ്പോ ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകളുടെ ഭാഗമായി ഹജ്ജിന്റെ പവിത്രമായ മണ്ണിൽ നമ്മൾ കണ്ടത്. ഏതെല്ലാം രാജ്യക്കാർ, ഏതെല്ലാം ഭാഷക്കാർ, ഏതെല്ലാം നിറത്തിലുള്ളവർ, ഏതെല്ലാം തരത്തിലുള്ളവർ, സമ്പന്നർ, സാധാരണക്കാർ, ഉടമ, അടിമ, തൊഴിലാളി, മുതലാളി, ഗുണമുള്ളവൻ, ഗുണമില്ലാത്തവൻ, ഈ സമൂഹത്തിന്റെ മുന്നിൽ കഴിവുള്ളവൻ, കഴിവില്ലാത്തവൻ, പ്രതാപമില്ലാത്തവൻ, സൗന്ദര്യമുള്ളവൻ, സൗന്ദര്യമില്ലാത്തവൻ, നീഗ്രോ, സാധാരണക്കാരൻ, എല്ലാവരും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. ആ സൊസൈറ്റൽ ഫീലിംഗ്, മില്ലത്ത്, വൺനെസ്, ആ ഒന്ന് എന്നതാണ് നമ്മുടെ സാഹോദര്യം. നമ്മളൊക്കെ ലോകത്തിലെ മുസ്ലിമീങ്ങൾ, കേരളത്തിലെ മുസ്ലിമീങ്ങൾ മാത്രമൊന്നുമല്ല, ലോകത്തിൽ ഈ ഷഹാദയും തൗഹീദും അർപ്പിച്ച ഒരു സാഹോദര്യമുണ്ട്. യൂണിവേഴ്സൽ ബ്രദർഹുഡിനെ പ്രകീർത്തിക്കുന്ന ഒരു ഇസ്ലാമിക സാഹോദര്യത്തിന്റെ ഉടമ ആ മുസ്ലിമാണ് നമ്മുടെ കൂട്ടായ്മ. രണ്ടാമത്തേത് എന്താ? അഖുൻ ഫിൽ ഇൻസാനിയ. അങ്ങനെ മുസ്ലിമീങ്ങൾ മാത്രം പോരാ, അഖുൻ ഫിൽ ഇൻസാനിയ, മനുഷ്യത്വത്തിൽ ഒരു സൗഹൃദം വേണം. അത് ഹിന്ദുവാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ബുദ്ധനാവട്ടെ, ജൈനമതക്കാരനാവട്ടെ, മതമില്ലാത്തവനാകട്ടെ, സാധാരണക്കാരനാവട്ടെ, എല്ലാവരും ആ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഇവരൊക്കെ മനുഷ്യന്മാരല്ലേ? ഉടയാട ഈ അടിഞ്ഞിരിക്കുന്ന വസ്ത്രം അടിച്ചു വെച്ചാൽ നമ്മളൊക്കെ ഒന്നല്ലേ? എന്ത് വ്യത്യാസമുള്ളത് നമ്മൾ തമ്മിൽ? ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുന്ന സോപ്പ് കഷ്ണങ്ങൾ പോലെ സാധാരണമായ തുല്യതയിലല്ലേ നമ്മളൊക്കെ ഉള്ളത്? ആ തുല്യമായ ഭാവത്തിലുള്ള സാഹോദര്യം അതും വേണം. അലി റളിയല്ലാഹു അൻഹു ലോകത്തോട് പഠിപ്പിക്കുക. ഇത് പ്രയോഗതലത്തിൽ കാണിച്ചു കൊടുത്തൊരു സംസ്ഥാനമാണ് കേരളം. അതിന് കാരണക്കാരായത് ഇതുപോലെയുള്ള മഹാന്മാർ, നമ്മുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം, മറ്റൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ചു, ചരിത്രത്തിന്റെ ആ ശക്തമായ ഭാഷയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വായിച്ചു നോക്ക്. ഈ രണ്ട് ചേരുവകളെ സമൂഹത്തിന് മുന്നിൽ നല്ല മനോഹരമായി ചേർത്ത് വെച്ചു. അതുകൊണ്ട് തന്നെ തൊപ്പിയണിഞ്ഞ്, തലപ്പാവണിഞ്ഞ്, അതുപോലെ താടി വെച്ച് നടക്കാൻ മലബാറിലെ മുസ്ലിമുകൾക്ക് മടിയില്ല, സങ്കടമില്ല. ആർക്കും അത് കണ്ടിട്ട് ചൊറിയുന്നില്ല, അസ്വസ്ഥതയില്ല. എല്ലാവരും അത് കാണുന്നു. ലോകയിട്ട അച്ഛനെ കാണുമ്പോഴും, പള്ളിയിലെ തൊപ്പിയിട്ട ഉസ്താദിനെ കാണുമ്പോഴും എല്ലാവരും അത് പള്ളിയിലെ ആളാണ്, സ്നേഹത്തിന്റെ ആളാണ്, ദീന് പഠിപ്പിക്കുന്ന ആളാണ്, മതം പഠിപ്പിക്കുന്ന ആളാണ്. ആ മതത്തിൻ്റെത്, ഈ മതത്തിൻ്റെത് എന്ത് വ്യത്യാസമുള്ളത്? അദ്ദേഹം ഈ നാട്ടിലുണ്ടാവരുത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പൂന്തോട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പൂന്തോട്ടം എന്നത് ഒരു ഡാലിയക്ക് വേണ്ടിയല്ല, ഒരു ജമന്തിക്ക് വേണ്ടിയല്ല, ഒരു റോസാപ്പൂവിന് വേണ്ടിയല്ല. റോസയും ജമന്തിയും ഡാലിയയുമുള്ള മനോഹരമായ ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തെ ഒരു മുസ്ലിമിനെ ലോകത്തുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ സകാത്ത് പറഞ്ഞെടുത്ത് നിങ്ങളെ അതേപോലെ ഒരു അന്യ സമുദായത്തിന് സന്തോഷത്തോടെ ജീവിക്കാൻ അവർ ജിസിയ കൊടുത്ത്, അവിടെ ഒരു കരം കൊടുത്ത് അവരും ജീവിക്കണമെന്ന് കാണാൻ കാരണം അതല്ലേ ഇസ്ലാമിന്റെ സങ്കല്പം. സക്കാത്ത് മാത്രമുള്ള മുസ്ലിമീങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ എന്തിനാ ജിസിയ എന്ന സങ്കല്പം? അല്ല, സക്കാത്ത് കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടാവുമ്പോൾ അള്ളാഹുവിനെ ഉൾക്കൊള്ളാത്ത ആളുകൾ അവിടെയുണ്ട്. അവർക്കും വേണ്ടേ ജീവിക്കാൻ അവകാശം? അവരും ഈ മണ്ണിന്റെ അവകാശികളാവണ്ടേ? അവർക്കും വേണ്ടേ നാഷണാലിറ്റി, അവർക്കും വേണ്ടേ നാഷണലിസം, അവർക്കും വേണ്ടേ ഇന്റഗ്രേഷൻ, അവർക്കും വേണ്ടേ രാജ്യത്തോടുള്ള ദേശീയോത്ഗ്രഥനത്തിന്റെ ബോധം വേണം. അതിന് ഇസ്ലാം കണ്ട വഴി എന്താ? അവർ ജിസിയ കൊടുക്കട്ടെ, അവരും ഇതിന്റെ ഭാഗമാവട്ടെ. അങ്ങനെയുള്ള ഒരു ഇസ്ലാം, അങ്ങനെ മനോഹരമായ ഒരു കാഴ്ചപ്പാട് കൊടുത്ത ആ മാനവിക സൗഹൃദം, പ്രിയമുള്ളവരെ, ശിഹാബ് തങ്ങളെ ഇന്ന് ജനത ഓർമ്മിക്കുന്നത് അങ്ങനെയൊരു നേതാവായതുകൊണ്ടാണ്. അവര് മുസ്ലിമീങ്ങളുടെ തടവറയിൽ മാത്രം കഴിഞ്ഞവരല്ല. ഇവിടുത്തെ സഹോദര സമുദായത്തിന്റെയും മുസ്ലിമിന്റെയും ഒരുപോലെ അവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കാൻ, സത്യത്തിന്റെ പ്രതീകമായി ജീവിക്കാൻ കഴിഞ്ഞുവെന്നതാണ് ആ മനുഷ്യന്റെ ഇൻക്ലൂസിവിറ്റി. ഇന്നും ആ തലമുറ ഇല്ലെന്ന് അവരുടെ മക്കളിൽ നിന്ന് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഷെയ്ഡിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, പലപ്പോഴായി അദ്ദേഹവുമായി കഴിഞ്ഞൊരു 8 വർഷക്കാലം ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഓരോ മീറ്റിംഗ് കൂടുമ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. ഈ അടുത്ത കാലത്ത് വിഷൻ സെമിനാറിന് വേണ്ടി, വിഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി, നമ്മുടെ കാഴ്ചപ്പാട് 2020 നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇരുന്നപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ ചർച്ച ചെയ്തിട്ട് എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന കേരളത്തിലെയും ഇന്ത്യയിലും അറിയപ്പെട്ട പ്രഗത്ഭരായ ബുദ്ധിമതികൾ, ചിന്താഗതിയുള്ളവർ, വ്യത്യസ്ത ധാരയിലുള്ളവർ എല്ലാവരും കൂടെ അവസാനം അദ്ദേഹം പറഞ്ഞൊരു കോമൺ പോയിന്റിലെത്തി. അദ്ദേഹം പറഞ്ഞിടത്തേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, യു ആർ റൈറ്റ്, വി നീഡ് ഇൻക്ലൂസീവ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് വേണ്ടത് സാമൂഹ്യ മാറ്റമല്ല, എല്ലാവരെയും ഉൾക്കൊണ്ടിട്ടുള്ള സാമൂഹ്യ മാറ്റം വേണം.
എല്ലാവരെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സാമൂഹ്യ മാറ്റം വേണം. എല്ലാവരെയും ചേർത്ത് വെക്കുന്ന ഒരു സാമൂഹ്യ മാറ്റം. എന്നിട്ട് ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എഴുതാൻ പറഞ്ഞു, ടു ബി എ ലീഡർ ഇൻ ഇൻക്ലൂസീവ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഇൻക്ലൂസീവായ എല്ലാവരെയും ചേർത്ത് വെക്കുന്ന ഒരു മതേതര ജനാധിപത്യ സാമൂഹിക മതപരമായ വ്യത്യസ്തതകളെ മാനിക്കുന്ന, എന്നാൽ ആശയങ്ങളിലോ കാഴ്ചപ്പാടുകളിലോ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു യഥാർത്ഥ മുസ്ലിം. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് വളരാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ആ കാഴ്ചപ്പാടിലേക്ക് വളരാനുള്ള ഇന്ധനമാണ് പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ. അതുകൊണ്ടാണ് ക്ഷേത്രവാതിൽ കത്തുമ്പോൾ ഓടിച്ചെല്ലാൻ ഒരു നേതാവ് കേരളത്തിലുണ്ടായത്. അതുകൊണ്ടാണ് പാവപ്പെട്ടവൻ്റെ നാട്ടിൽ നിന്ന് സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ പള്ളിപ്പുറത്തേക്ക് അപ്പുറത്തൊരു ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് തേങ്ങ വീണ് ഞങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് മാന്യമായ തീർപ്പ് കൽപ്പിച്ചിട്ട് നിങ്ങൾ വാർത്തകളാ എന്ന് വിളിച്ചു പറയുന്നൊരു നേതാവുണ്ടായത്. ആ നേതാവിൻ്റെ പ്രത്യേകത അതാണ്. ആ നേതാവിനെ കണ്ട അത്ഭുതത്തോടെ പറഞ്ഞു, ഇത് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു തീരുമാനം പറയുന്ന ഒരു മുസ്ലിമീങ്ങളുടെ നേതാവോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇത് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമെന്നില്ല, ന്യായത്തിനനുകൂലം, സത്യത്തിനനുകൂലം. ആ സത്യത്തെ പറയാൻ കഴിയുന്ന, മറ്റുള്ളവരെ മാനിക്കുന്ന, ഉൾക്കൊള്ളുന്ന, വിശാലതയുടെ പ്രതീകമായി മാറാൻ കഴിയുന്ന ആ വിശേഷപ്പെട്ട സ്വഭാവ പ്രകൃതമുള്ള ആളുകൾ ലോകത്തെന്നും അഭിമാനത്തോടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ആ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. ആ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അഭിമാനത്തോടെ വളരുന്നത്. ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ ധ്വംസനത്തിന്റെ ആ വേദനയും മുറ്റി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ മഹാനായ ശിഹാബ് തങ്ങളെടുത്ത നേതൃത്വം നമുക്കറിയാം. ആ നേതൃത്വം ഇല്ലാത്തതിന്റെ അങ്ങനെ ഒരു നേതാവ് ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ പ്രവിശ്യകളിൽ ഇന്ന് മുസ്ലിമീങ്ങൾ വേദനയോടെ അവർ കടിച്ചിറക്കി കഷ്ടപ്പാടോടുകൂടി കഴിയുന്നത്. പെരുന്നാളിന്റെ ദിവസം പോലും അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് ഭാഗ്യം കിട്ടാതെ പോയത്. അവർക്കില്ല, അവസരമില്ല. ആരാണ്? വേദിയില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ അറിയൂ, എത്ര ഇതര സമൂഹങ്ങളിൽ പോയാൽ ഒരുപക്ഷെ നമ്മൾ ഇരിക്കുന്നതിലും കൂടുതൽ മുസ്ലിമീങ്ങളായ നാമധാരികളായ ആളുകൾ ഇരുത്താൻ കഴിയും മറ്റു സംസ്ഥാനങ്ങളിൽ. പക്ഷെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ല, അവർക്ക് വേണ്ടി സ്വപ്നം കാണാൻ ആളില്ല. അതുകൊണ്ടല്ലേ മഹാനായ ഖായിദ് മില്ലത്ത് ഇസ്മായിൽ സാഹിബ് വിളിച്ചു പറഞ്ഞത്, ഈ സമുദായത്തിന് ഒരു വേദി ഉണ്ടാകണം, ഒരു കൂട്ടായ്മ ഉണ്ടാകണം, ഒരു സംഘടന ഉണ്ടാകണം. ആ സംഘടന ഉണ്ടാക്കുന്നത് അധികാരത്തിന്റെ അരമനകളിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു കേദാരമായി ഈ പ്രസ്ഥാനത്തെ മാറ്റാനല്ല, നേരെ മറിച്ച് ഈ സമുദായത്തിന് കൂടിയിരുന്ന് കരയാനെങ്കിലും ഒരു സംഘടന വേണം, കൂടിയിരുന്ന് വേദനിക്കാനെങ്കിലും ഒരു കൂട്ടായ്മ വേണം. ആ വേദനയല്ലേ കേരളത്തിലെ മുസ്ലിമീങ്ങൾ നടത്തിയത്? നമ്മൾ വെട്ടിപ്പിടിക്കലാണോ? അല്ല. അതിക്രമമാണോ? അല്ല. അതീശാധിപത്യമാണോ? അല്ല. സ്നേഹത്തോടെ ജനാധിപത്യപരമായി ഒപ്പം നിന്നിട്ട് വേദന വരുമ്പോ നമ്മൾ ഉറക്കെ കരഞ്ഞു. നമ്മുടെ ആവശ്യം വന്നപ്പോ നമ്മൾ ഉറക്കെ തേടി. ആവശ്യം വന്നപ്പോ 10 കൊല്ലം മുമ്പുള്ള ആ ഒരു നിരക്ഷര കുക്ഷികളുടെ സാഹചര്യങ്ങൾ കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, സൗകര്യങ്ങൾ കൊണ്ട് എത്രയോ പിറകിലിരുന്ന 10-15 കൊല്ലം മുമ്പ് തൊട്ടുകൂട്ടാനില്ലാത്ത മലപ്പുറത്തെ ഈ പ്രവിശാലമായ പ്രദേശത്തെ ഇന്ന് മലബാർ, ഇന്ന് കേരളത്തിലെ 14 ജില്ലകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസ ഔന്നിത്യത്തിന്റെ നാടായി, ഒരു അരങ്ങായി ഈ പ്രദേശത്തെ മാറ്റിയത് ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യമല്ലേ? ആ മലപ്പുറത്തിന്റെ ചരിത്രം എഴുതിയ പ്രിയപ്പെട്ട ബഷീർ സാഹിബ് പോലെയുള്ള ആളുകൾ ഈ വേദിയിലുണ്ട്. ഈ ചരിത്രം യാദൃശ്ചികമായി സംഭവിച്ചതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. യാദൃശ്ചികമായി സംഭവിച്ചതാണോ? അല്ല. ദീർഘദർശിത്വമുള്ളൊരു നേതാവിന്റെ അത്തരം കാഴ്ചപ്പാടുകളുടെ സമ്മാനമാണ്. സംയമനത്തിന്റെ താരാട്ടുപാടി ഈ സമൂഹത്തെ ഉറക്കിക്കെടുത്തുന്നു ശിഹാബ് തങ്ങൾ എന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട്. പ്രിയമുള്ളവരെ, ആ താരാട്ടുപാട്ട് ഈ സമുദായത്തിന് ഇഷ്ടപ്പെട്ടു, ഈ സമുദായത്തെ വളർത്തി എന്നതിന്റെ ലക്ഷണമല്ലേ ഇന്ന് ഈ കേരളത്തിലെ മുസ്ലിം സമൂഹം കാണുന്നത്? ആ താരാട്ടുപാട്ട് പാടാൻ മറ്റൊരാള് മറ്റു പ്രവിശ്യകളിൽ ഉണ്ടായില്ല എന്നതിന്റെ ദുരന്തമല്ലേ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നത്? ഈ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ കഴിയുക എന്നതാണ് പ്രധാനം. എന്റെ പ്രിയമുള്ളവരെ, അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊരു ദൗത്യമാണ്, ആ വലിയ മനുഷ്യനോടുള്ള ദൗത്യം. കാരണം ഇത് ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഒരു ദൗത്യമാണ്, ഒരു ശ്രമമാണ്. ആ ശ്രമത്തിന്റെ പിറകെ നടക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഉത്തരവാദിത്തമാണ്, നമുക്ക് വേണ്ടത് സ്നേഹമാണ്, നമുക്ക് വേണ്ടത് ഈ സമൂഹത്തെ ഒന്നായി കാണാനുള്ള വിശാലതയാണ്, ഈ സമുദായത്തെ ഒരു ശരീരത്തിന്റെ ഇതളുകളായി കാണാനുള്ള കാഴ്ചപ്പാടാണ്. ഞാൻ എന്റെ കമ്പാർട്ട്മെന്റിൽ ഒതുങ്ങിക്കൂടി ആ കമ്പാർട്ട്മെന്റിൽ സ്വൈരവികാരം നടത്തി അതിനുള്ളിൽ ഊർജ്ജശ്വാസം വലിച്ച് തീർന്നു പോകുന്നതിന് പകരം അപ്പുറത്ത് ഘടിച്ചു വെച്ചിരിക്കുന്ന കമ്പാർട്ട്മെന്റുകളെല്ലാം എന്നോടൊപ്പം യാത്ര ചെയ്ത് ഇതൊരു ട്രെയിനായി ഘടിപ്പിച്ചു വെച്ച കമ്പാർട്ട്മെന്റുകളൊക്കെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്ന ഒരു വിശാലമായ സ്വപ്നം നമുക്കുണ്ടാവണം. ആ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. എങ്കിലേ ആ മഹാനോട് നീതി പുലർത്തുന്നവർ നമ്മളാകൂ, എങ്കിലേ ആ മഹാനോട് സ്നേഹം പുലർത്തുന്നവർ നമ്മളാകൂ, എങ്കിലേ ആ മഹാന്റെ ജീവിതത്തെ ഉള്ളിൽ കൊണ്ടുവന്നവർ ആയി ഞാനും നിങ്ങളും മാറാൻ സാധ്യതയുള്ളൂ. അവസാനമായി വിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ ആയത്ത് മാത്രം പറഞ്ഞ് ഞാൻ ചുരുക്കട്ടെ. അല്ലദീന യംശൂന ഫിൽ അർളി ഹൗന ഇബാദുർ റഹ്മാൻ. അല്ലാഹുവിന് ഇത്തരം ചില അടിമകളുണ്ട്. ഖുർആൻ പറയാൻ
അള്ളാഹുവിന് ഇത്തരം ചില അടിമകളുണ്ട്. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാ. വഇദാ ഖാതബുഹുമുൽ ജാഹിലൂന ഖാലു സലാമ, അവരോട് വിവരം കെട്ട വർത്തമാനങ്ങൾ ആര് പറഞ്ഞാലും അവർ ശാന്തിയോടെ, ശാന്തമായി, സൗമ്യമായി, സ്നേഹത്തോടെ, ഞാൻ നേരത്തെ പറഞ്ഞ വജുഹുൻ മലീ വലിസാനുൻ ഫസീഹ് വഖൽബുൻ തഖീ, ആ നന്മയുടെ ആയുധം ഉപയോഗിച്ച് ബസ്തത്തുൻ ഫിൽ ഇൽമി വബസ്തത്തുൻ ഫിൽ ജിസ്മ്, ഇത് ഈ രണ്ട് ഗുണങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് ആ നേതാവ് ഖാലു സലാമ, ഞങ്ങൾ നിങ്ങൾക്ക് ശാന്തി, നിങ്ങൾക്ക് സമാധാനം, ഞാനില്ല അതിനെ പ്രതികരിക്കാൻ, ആ വൃത്തികേടുകളുടെ പുറകെ കൂടാൻ ഞാനില്ല, നിങ്ങളോടൊപ്പം തരം താഴാൻ ഞാനില്ല. വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ, വിവരം കെട്ട വർത്തമാനങ്ങളുടെ പിറകെ സമയം കളയാൻ ഒരു നേതാവിന് കഴിയില്ല. അവർ ഈ ഭൂമിയിൽ അഹങ്കരിച്ച് എല്ലാം തികഞ്ഞവനെന്ന ഭാവത്തിലും നാട്യത്തിലും നടക്കുന്നവനല്ല. അല്ലദീന യംശൂന അലൽ അർളി മഹൗന, ശാന്തമായി, സൗമ്യമായി, സ്നേഹത്തോടെ, വിനയത്തോടെ, ലാളിത്യത്തോടെ ഈ മണ്ണിൽ ജീവിക്കുന്നവരാ. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വറുക്കഅൻ, അല്ലാഹുവിന്റെ ഭൂമിയിൽ റുക്കഅൻ വസുജ്ജദൻ വഖിയാമ, അവർ റുക്കൂ ചെയ്ത് തലകുനിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ വഴിപ്പെട്ട് അല്ലാഹുവിന് മുന്നിൽ ആരാധന നിമഗ്നരായി അവർ രാത്രി ചെലവഴിക്കുന്നവരാ. ആ ഒരു ജീവിതത്തിന്റെ നന്മ എല്ലാ ഘട്ടത്തിലും സൂക്ഷിക്കുന്നവരാ. നിങ്ങൾ നോക്ക്, ഞാനിപ്പറഞ്ഞ 6 വിശേഷണങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു നേതാവ്, ആ 6 വിശേഷണങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചൊരു നേതാവ്, ആ 6 വിശേഷണങ്ങൾ എൻ്റെ സമുദായത്തിൽ ഉണ്ടാവണമെന്ന് കൊതിച്ചൊരു നേതാവ്. അത്തരം നേതാക്കൾ ചെല്ലുന്ന ഇടമാണ്, അവർക്ക് അല്ലാഹുവിൻ്റെ അടുത്തുള്ള സ്ഥാനമാണ്. ഇബാദുർ റഹ്മാൻ, അവർ കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ അടിമകളാണ്. അവർ വിനയം കൊണ്ട് നടക്കുന്നവരാണ്. അവരെ നടത്തത്തിൽ ലാളിത്യമുണ്ട്, അവരെ നിൽപ്പിൽ ലാളിത്യമുണ്ട്, അവരുടെ ഇരുത്തത്തിൽ ലാളിത്യമുണ്ട്, അവരുടെ പ്രയോഗത്തിൽ ലാളിത്യമുണ്ട്, അവരുടെ നേതൃത്വത്തിൽ സംയമനമുണ്ട്, അവരുടെ പെരുമാറ്റത്തിൽ സംയമനമുണ്ട്, അവരുടെ ജീവിതധാരയിലാകെ ഹൗന, അസ്വസ്ഥപ്പെടുത്താത്ത ഒരു ജീവിത പ്രകൃതമുണ്ട്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, അവരോടെങ്ങാനും ആരെങ്കിലും ഒരു വിവരം കെട്ട വർത്തമാനം പറഞ്ഞാൽ ചാടിക്കയറി മറുപടി പറയുന്ന വിവരദോഷികളല്ല അവര്, ചാടിക്കയറി പ്രതികരിക്കുന്ന പ്രതികരണദാഹികളല്ല അവര്, അങ്ങനെ വിവേകശൂന്യരല്ല അവര്. ഖാലു സലാമ, സൗമ്യമായൊരു പുഞ്ചിരി കൊണ്ട് മറുപടി പറയുന്നവരാ, തികഞ്ഞ നിശബ്ദത കൊണ്ടൊരു മറുപടി പറയുന്നവരാ. അസ്സുംതു വഹുവ അവ്വലുൽ ഇബാദ, ആരാധനയുടെ പ്രാരംഭം തന്നെ നിശബ്ദതയാണെന്ന് മനസ്സിലാക്കിയവരാ. ആ നിശബ്ദത കൊണ്ട് കാര്യങ്ങളെ നേരിടുന്നവരാ. മാത്രമല്ല, തിരക്കുകൾക്കിടയിൽ, ആളുകൾക്കിടയിൽ എത്ര കാലം ജീവിച്ചാലും ശരി, എത്ര തിരക്കിട്ടോടിയാലും, വല്ലദീന യബീതൂന, ഈ പൂർണ്ണമായി രാത്രിയുടെ നിശബ്ദതയിൽ തൻ്റെ വീടണഞ്ഞാൽ, കൂടണഞ്ഞാൽ, അല്ലാഹുവിനെ വഴിപ്പെടാൻ, പടച്ച തമ്പുരാന്റെ മുന്നിൽ ആളൊഴിഞ്ഞ സമയത്ത് തലകുനിക്കാൻ, ആരോരും നോക്കാനും പരിരക്ഷിക്കാനും വിലയിരുത്താനും വിചാരണ ചെയ്യാനും ഇല്ലാത്ത തൻ്റെ സ്വന്തം ചക്രവാളത്തിൽ സുജൂദ് ചെയ്യാൻ മത്സരിക്കുന്ന ഒരാൾ, രാത്രിയിൽ നിസ്കരിക്കാൻ പ്രയാസപ്പെടുന്ന ഒരാൾ, പ്രിയങ്കരനായ ശിഹാബ് തങ്ങളുടെ പൊന്നോമന പുത്രനായ പ്രിയപ്പെട്ട തങ്ങളോട് ചോദിച്ചപ്പോൾ വല്ലാത്ത ഹൃദയഹാരിയായ ഒരു അനുഭവം കേൾക്കാൻ കഴിഞ്ഞത്, രാത്രിയിൽ 2 അല്ല 3 മണിയായാലും വീട്ടിൽ കയറിയെത്തുന്നത് എത്ര വൈകിയാലും, കുളിച്ചു വൃത്തിയായി കിടന്നുറങ്ങിയാൽ തഹജ്ജുദിന്റെ സമയത്ത് ഉണരാൻ വീഴ്ച വരുത്തിയത് ജീവിതത്തിൽ കണ്ടിട്ടില്ല. രാവിലെ ഉണരാൻ അതെത്ര വൈകിയാലും, അതെത്ര ക്ഷീണിതനാണെങ്കിലും, ആരോഗ്യമുള്ള കാലമത്രയും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ നേതാവ്, നിങ്ങളുടെ നേതാവ്, ഈ രാജ്യത്തിൽ രാഷ്ട്രീയ സാമൂഹിക നവോമണ്ഡലങ്ങളിൽ നാട്ടുകാർക്കിടയിൽ ജീവിച്ചൊരു മനുഷ്യന് പാതിരാത്രിയുടെ നിശബ്ദതയിൽ കൂടണഞ്ഞാൽ പോലും സുബഹിയുടെ അള്ളാഹുവിന്റെ സുന്ദരമായ ഫജറിന്റെ വിളിയാളം വരുമ്പോഴേക്ക് എഴുന്നേറ്റിട്ട് റബ്ബേ, ആ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, സുജൂദ് ചെയ്യാൻ ഒരു മുസ്ലിമിന് കഴിഞ്ഞാൽ, ഒരു നേതാവിന് കഴിഞ്ഞാൽ, അവരല്ലേ ഇബാദുർ റഹ്മാൻ, അവരല്ലേ നേർവഴിയുടെ വഴികാട്ടി. വല്ലദീന യഖൂലൂന, വീണ്ടും ആ ആയത്തിൽ തുടർച്ചയായി പറയുന്ന തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുകയാണ്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ
വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അവര് പൂർണ്ണമായും തന്റെ കുഞ്ഞുങ്ങളെ, തന്റെ ഭാര്യയെ, തന്റെ സന്താനങ്ങളെ കണ്ണിന്റെ കുളിർമയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ. ഞങ്ങളേവരെയും നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അതുതന്നെയാണ് മഹാനായ ശിഹാബ് തങ്ങളെ വ്യത്യസ്തനാക്കുന്നത്. തൻ്റെ വീടിൻ്റെ ചാരത്ത് നിന്ന് തൻ്റെ തണലിൽ വളർന്ന, തൻ്റെ സംരക്ഷണത്തിൽ വളർന്ന, തൻ്റെ സ്നേഹത്തിൽ വളർന്ന, തൻ്റെ കാരുണ്യത്തിൽ വളർന്ന തൻ്റെ പ്രിയപ്പെട്ട മക്കള് സാമൂഹിക മത സാമൂഹിക മേഖലകളിൽ താൻ കൊളുത്തിവെച്ച വെളിച്ചത്തെ ഏറ്റെടുക്കാൻ, സമൂഹത്തെ നയിക്കാൻ, ഖുർറത അയ്യിൻ കണ്ണിൻ്റെ കുളിർമയായ മക്കളെ സമ്മാനിക്കാൻ, അത് ഈ സമുദായം കണ്ണിലെ കൃഷ്ണമണി പോലെ അവരുടെ സ്നേഹത്തോടെ ഏറ്റെടുക്കാൻ സന്നദ്ധമായതിൻ്റെ തൗഫീഖ് ഇബാദുർ റഹ്മാൻ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാ. അത് നല്ലവനായ മനുഷ്യരുടെ അടയാളമാ. താലൂത്തിൽ സംഭവിച്ചതാ, സമൂഹത്തിൽ സംഭവിച്ചതാ, സ്വർഗത്തിന്റെ അവകാശികളുടെ പ്രത്യേകതയാണ്. അവസാനമായി അല്ലാഹു സ്വർഗത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ അവസാനത്തെ ഘടകമെന്നത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വയദുൻ സഖീ, ഉദാരമായ കൈയാണ്, കയ്യേച്ചു കൊടുക്കുന്ന മനസ്സാണ്, ഉള്ളതൊന്നും തൻ്റെതല്ല എന്ന് വിശ്വസിക്കുന്ന ഉദാരതയാണ്. മുതലിന്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ് ഞാനെന്ന് തിരിച്ചറിയുന്നവരാണ്. അത് കൊടുക്കാൻ മനസ്സുള്ളവരാണ്. ഒരു കൈ ചെയ്യും നന്മകൾ നമ്മുടെ മറുകൈ പോലും അറിയരുതേ, പറയാൻ വേണ്ടി ചെയ്യരുതേ, ചെയ്തത് പാടി പറയരുതേ. ഒരു കൈ ചെയ്യും നന്മകൾ നമ്മുടെ മറുകൈ പോലും അറിയരുതേ. അങ്ങനെ ഒഴുകാൻ വയദുൻ സഖീ, ഉദാരമായ കരങ്ങൾ കൊണ്ട് സാധിച്ചവരാ. അവരാണ് ലോകത്ത് അഭിമാനത്തോടെ നിലനിൽക്കുക. അത് കൊടുക്കാൻ കഴിയുന്നവർ, സമയം കൊടുക്കാൻ കഴിയുന്നവർ, പണം കൊടുക്കാൻ കഴിയുന്നവർ, ജീവിതം കൊടുക്കാൻ കഴിയുന്നവർ, അധ്വാനം കൊടുക്കാൻ കഴിയുന്നവർ, സ്നേഹം കൊടുക്കാൻ കഴിയുന്നവർ, നേതൃത്വം കൊടുക്കാൻ കഴിയുന്നവർ, സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നവർ, തണല് കൊടുക്കാൻ കഴിയുന്നവർ. നിങ്ങളുടെ സ്പ്ലെൻഡിനെസ്സിൽ നിന്ന്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമൃദ്ധിയിൽ നിന്ന്, എന്തുമാവട്ടെ, പണമാവട്ടെ, സ്നേഹമാവട്ടെ, അധികാരമാവട്ടെ, സേവനമാവട്ടെ, കാരുണ്യമാവട്ടെ, തണലാവട്ടെ, സംരക്ഷണമാവട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള സന്തോഷമാവട്ടെ, അതാണെങ്കിൽ പോലും നിങ്ങളൊരു പുഞ്ചിരി കൊണ്ട് തിരിച്ചു കൊടുക്കാൻ സന്നദ്ധമാകുന്ന ആ ഉദാരതയുടെ മനസ്സ്, ഉദാരതയുടെ കരുത്ത്, ആ ഉദാരതയുടെ ഹൃദയം അങ്ങനെ വരുമ്പോൾ ലോകത്തിന് മുഴുവനും സമാധാനം വരും. ലോകത്തിന് മുഴുവനും മതേതര ജനസമൂഹത്തിന്റെ ഉള്ളിൽ ശാന്തി നിലനിൽക്കുന്ന വ്യക്തിപ്രഭാവങ്ങളായി മനുഷ്യൻ മാറും. അവരെ നോക്കിയാണ് ഖലീൽ ജിബ്രാൻ പറഞ്ഞത്, ത്രൂ ദ ഹാൻഡ്സ് ഓഫ് സച്ച് ആസ് ദിസ് ഗോഡ് സ്പീക്സ് ആൻഡ് ഫ്രം ബിഹൈൻഡ് ദെയർ ഐസ് ഗോഡ് സ്മൈൽസ് അപ്പോൺ ദ എർത്ത്. അത്തരം ആളുകളിലൂടെയാണ് ദൈവം ഭൂമി ലോകത്ത് നോക്കി പുഞ്ചിരിക്കുക. അത്തരം ആളുകളിലൂടെയാണ് ദൈവം സംസാരിക്കുക. അങ്ങനത്തെ ആളുകൾ സമൂഹത്തിന് വെളിച്ചം നൽകിക്കൊണ്ടേയിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മഹാനായ തങ്ങളുടെ ഓർമ്മയിൽ ഈ സദസ്സ് നമ്മൾ കൂടിയിരിക്കുമ്പോൾ, നല്ല വാക്കുകൾക്ക് വേണ്ടി ശ്രവിക്കുമ്പോൾ, ഈ മഹനീയമായ സംഗമത്തിനെ നമ്മൾ ആ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊരു കരുത്തായി, ഈ ഷെയ്ഡ് തുടങ്ങി വെക്കുന്ന പരിശ്രമം ഒരു വലിയ സേവനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഏതാനും വരികൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അവസാനിപ്പിക്കുമാറാവട്ടെ. ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ശാന്തിയോടെ, സംതൃപ്തിയോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സന്തോഷത്തോടെ പിരിയാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഷെയ്ഡ് നടത്തുന്ന ഈ മഹനീയമായ കൂട്ടായ്മകൾക്ക് ജീവിതത്തിൻ്റെ നൗകയിൽ തളർന്ന് തകർന്ന് തരിപ്പണമായി ജീവിതത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന പാവങ്ങൾക്ക് കൈപിടിച്ചു കൊടുക്കാൻ നിങ്ങൾ നടത്തുന്ന ഈ തണലിൻ്റെ പരിശ്രമം, ഒരു വർഷം കൊണ്ട് വളരെയേറെ വളർന്ന ഈ കൂട്ടായ്മ, ഇത്ര വലിയ ജനസഞ്ചയം തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ നന്മ കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞ ആ വലിയ കൂട്ടായ്മ, ഇനിയും ഒരുപാട് സേവനങ്ങൾ പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക് ചെയ്യണമെന്ന് കൊതിക്കുന്ന നിങ്ങളുടെ മനസ്സ്, ജനന മരണങ്ങളിൽ ജനതയെ താഴിട്ട് ജനപദം നീങ്ങുന്ന വരെയാണ് കാലം. ജനന മരണങ്ങളിൽ ജനതയെ താഴിട്ട് ജനപദം നീങ്ങുന്ന വരെയാണ് കാലം. യവനികക്കപ്പുറം നീങ്ങി അകലുന്ന സ്നേഹപ്രമാണമാണിന്നും ഈ ജീവിതം. യവനികക്കപ്പുറം നീങ്ങി അകലുന്ന സ്നേഹപ്രമാണമാണെന്നും ഈ ജീവിതം. ആണ്ടേറെ കഴിയുകിൽ കാലം കറങ്ങുകിൽ ഇല്ല ചിലർക്കൊരു കാലവും മരണം. ആണ്ടേറെ കഴിയുകിൽ കാലം കറങ്ങുകിൽ ഇല്ല ചിലർക്കൊരു കാലവും മരണം. മാനവ ഹൃദയത്തിൽ പൊട്ടി വിടരുന്ന നന്മതൻ ജ്യോതിർ ഗോളമാണവരെന്നും. നന്മതൻ ജ്യോതിർ ഗോളമാണവരെന്നും. മുത്ത് ശിഹാബിനെ
പിരിയുവാൻ കഴിയില്ല. മുത്ത് ശിഹാബിനെ പിരിയുവാൻ കഴിയില്ല. സ്നേഹ നായകനെ മറക്കാൻ കഴിയില്ല. മുത്ത് ശിഹാബിനെ പിരിയുവാൻ കഴിയില്ല. സ്നേഹനായകനെ മറക്കുവാൻ കഴിയില്ല. എന്നുമെന്നകതാര് നിറയെ മുഴങ്ങുന്ന വഴിയാണ്, ദിശയാണ് അങ്ങ് ഞങ്ങൾക്ക്. എങ്ങുമകതാര് നിറയെ മുഴങ്ങുന്ന വഴിയാണ്, ദിശയാണ് അങ്ങ് ഞങ്ങൾക്ക്. ഇല്ല ഈ ഭൂമിയിൽ നിശബ്ദമാവില്ല, ഇല്ല ഈ ഭൂമിയിൽ നിശബ്ദമാവില്ല. കർമ്മപാദങ്ങളിൽ തന്നൊരാ ഊർജം. ഇല്ല ഈ ഭൂമിയിൽ നിശബ്ദമാവില്ല. കർമ്മപാദങ്ങളിൽ തന്നൊരാ ഊർജം. കാടപ്പടിയിലെ കനവുള്ള പടയണി, കനിവോടെ നീട്ടുന്ന കാരുണ്യഹസ്തം. കാടപ്പടിയിലെ കനവുള്ള പടയണി, കനിവോടെ നീട്ടുന്ന കാരുണ്യഹസ്തം. നാഥാ തുണക്കണം, കരുത്തു നീ പകരണം. നാഥാ തുണക്കണം, കരുത്തു നീ പകരണം. ഉശിരോടെ നീങ്ങുമീ ഷെയ്ഡിൻ കരങ്ങളെ, ഉശിരോടെ നീങ്ങുമീ ഷെയ്ഡിൻ മനങ്ങളെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ കർത്തവ്യം ഈ ആദ്യ സെക്ഷനിൽ നന്ദി അർപ്പിക്കുക എന്നതാണ്. ഈ മഹാ ജനസാഗരത്തിന്റെ മുന്നിൽ പ്രതികൂലമായ കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ട് ഇത്ര അധികം സഹോദരിമാരും സഹോദരന്മാരും ഞങ്ങളുടെ ഈ ഷെയ്ഡിന്റെ 1-ാം വാർഷികത്തിൽ എത്തിയതിന് ആദ്യമായി നിങ്ങളോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കൾ, അതുപോലെ നമ്മളോട് ഷിഹാബ് തങ്ങൾ അനുസ്മരണം പ്രഭാഷണം നടത്തിയ റാഷിദ് ഗസാലി, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത പി വി മുഹമ്മദ് അയ്ക്കോട്, അതുപോലെ മറ്റ് എല്ലാ നേതാക്കളെയും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ ജനസാഗരത്തെയും ഷെയ്ഡിന്റെ ഈ 1-ാം വാർഷികയിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൻ ഇവിടെ അവസാനിച്ചതായിരിക്കുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.